ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോയ്സി എഴുതിയ നൊവേല ശാന്തിപുരത്തേക്കുള്ള വഴി. അധ്യായം 1. പൂമുഖത്ത് വിലപേശൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 മണി കഴിഞ്ഞ നേരത്താണ് ബ്രോക്കർ സുഖു ഒരു റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയെ കൂട്ടിക്കൊണ്ടുവന്ന് ഭൂമി കാട്ടിക്കൊടുത്തത്. അപ്പോൾ വിഷ്ണു ചോദിച്ചു, മുത്തച്ഛൻ എന്താ അവരുടെ കൂടെ പോവാത്തെ? മുത്തച്ഛനല്ലേ അതിരുകൾ നല്ല പോലെ അറിയാവുന്നത്? മുത്തച്ഛനല്ലേ ഏതൊക്കെ കൃഷിയിൽ നിന്ന് എന്തൊക്കെ വരുമാനം കിട്ടുമെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? എല്ലാം അവരെ നല്ല പോലെ ബോധ്യപ്പെടുത്തിയാലല്ലേ നമുക്ക് പരമാവധി വില കിട്ടൂ. അവർക്ക് ശരിക്കുള്ള അതിരുകൾ കാണേണ്ടി വരില്ല കുട്ട, മുത്തച്ഛൻ പറഞ്ഞു. ഈ പുരയിടത്തിൽ എന്തൊക്കെ വിളയുമെന്നും അവർക്കറിയേണ്ട. മുറിച്ചു വിൽക്കാൻ പറ്റിയ മരങ്ങൾ എത്രയുണ്ടെന്ന് അവർ എണ്ണി നോക്കും. അതിനെന്തു വില കിട്ടുമെന്ന് കാൽക്കുലേറ്ററിൽ കണക്കുകൂട്ടും. ഈ പുരയിടം നെടുകയും കുറുകയും മുറിച്ച് 10 സെന്റ് വീതമുള്ള എത്ര തുണ്ടുകളാക്കാമെന്നും അവർ ചിലപ്പോൾ ആലോചിക്കും. വാങ്ങാൻ വന്നവര് ഭൂമിയെ നോക്കാനുള്ളവരല്ല, അതിൻ്റെ കച്ചവടക്കാരാ. എനിക്കവരോട് ഒന്നും പറയാനില്ല. പുഴയാണ് ഒരു വശത്തെ അതിര്. അതിങ്ങനെ നെടുകെ നീണ്ടുകിടക്കുന്നു. പുരയിടത്തിൽ ധാരാളം പ്ലാവുകളും ആഞ്ഞിലികളും വിലപിടിപ്പുള്ള പാഴ്മരങ്ങളും വളർന്ന് മുറ്റുനിൽപ്പുണ്ട്. ആ മരങ്ങളൊന്നും വെട്ടിവിൽക്കാൻ അച്ഛനെയോ ഇളയമ്മയെയോ ഒരിക്കലും മുത്തച്ഛൻ അനുവദിച്ചില്ലെന്നും വിഷ്ണു ഓർത്തു. അച്ഛന് എല്ലാ കാലത്തും ആ മരങ്ങളിൽ ഒരു കച്ചവട കണ്ണുണ്ടായിരുന്നു. മുത്തച്ഛൻ്റെ മുൻപിൽ അച്ഛൻ അതത് കാലങ്ങളിൽ ഓരോ ആവശ്യങ്ങളും ഉന്നയിച്ചിരുന്നു. മുത്തച്ഛൻ അപ്പോഴൊക്കെ പറയുമായിരുന്നു, എൻ്റെ മക്കളെ പോലെയാ അതുങ്ങളും. ഞാൻ വളർത്തിക്കൊണ്ടുവന്നതാ. എൻ്റെ ശരീരം ചുടലി വച്ചിട്ട് എന്തു വേണമെങ്കിലും ആയിക്കോളൂ ബാസി. അച്ഛനും അമ്മയും കൂടി കിടക്കറയിലിരുന്ന് അനിഷ്ടത്തോടെ പിറുപിറുക്കും. എന്തെല്ലാം ആവശ്യങ്ങളുള്ളതാ. ഫ്ലാറ്റ് വാങ്ങാൻ ഉപകരിച്ചില്ല, കാർ വാങ്ങാൻ ഉപകരിച്ചില്ല, ഹൗസിംഗ് പ്ലോട്ടിന് അഡ്വാൻസ് കൊടുക്കാൻ ഉപകരിച്ചില്ല. എന്തിനാ ആ മരങ്ങൾ അങ്ങനെ നിർത്തിയിരിക്കുന്നത്? സ്വന്തം മക്കൾക്ക് പോലും ഉപകരിക്കാതെ ആർക്കു വേണ്ടിയാ? ഇപ്പോൾ അതിനെല്ലാം ഒരു പര്യവസാനമായിരിക്കുന്നു. പൂമുഖക്കോലായിൽ വാഗ്വാദം ഏറെക്കുറെ ശമിച്ചിരിക്കുന്നു. മുറ്റത്തെ മണലിൽ കാലൊച്ചകൾ കേട്ടു. ഭൂമി കച്ചവടക്കാരും അതിൻ്റെ ബ്രോക്കറും പോവുകയാണ്. അകത്തേക്ക് കയറി വന്ന അച്ഛൻ്റെ മുഖത്തേക്ക് വിഷ്ണു നോക്കി. അച്ഛന് പ്രതീക്ഷയുണ്ട്. മിക്കവാറും ഈ കച്ചവടം നടക്കുമെന്ന് തോന്നുന്നു. ഞാനൊരു വില പറഞ്ഞിട്ടുണ്ട്. കുറെ തർക്കിച്ചു. ഒടുക്കം ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞ അവർ പോയിരിക്കുന്നത്. മരിക്കുന്നതുവരെ കാത്തിട്ടെന്താ പുണ്യം? 10 വർഷം മുൻപേ ഞാൻ അച്ഛനോട് പറഞ്ഞതാ ഇത് വിൽക്കണ കാര്യം. അന്ന് 30 ലക്ഷത്തിന് മുംബൈയിലൊരു ചെറിയ ഫ്ലാറ്റ് കിട്ടുമായിരുന്നു. ഇന്നതിന് 90 ലക്ഷമാ വില. ഇവിടെ ഭൂമിക്ക് ഇരട്ടി വിലയെങ്കിലുമായോ? അച്ഛനും അമ്മയും ഇനിയൊരു 15 വർഷം കൂടി ഇരിക്കുമെന്ന് വിചാരിക്കുക. അന്ന് എത്ര കിട്ടും ഈ ഭൂമിക്ക്? മുംബൈയിൽ അന്നൊരു ഫ്ലാറ്റ് കിട്ടണമെങ്കിൽ എത്ര കോടി മുടക്കേണ്ടി വരും? അത് ശരിയാ. ഇവിടുത്തെ കാറ്റും വെയിലും മഴയും കൊണ്ട് ആവുന്ന കൃഷിപ്പണിയും ചെയ്ത് 2 പശുക്കളെയും വളർത്തി ജീവിച്ച ഞങ്ങൾ 15 കൊല്ലം കൂടി ഇരിക്കും. വൃദ്ധസദനത്തിലേക്ക് നിനക്ക് ഈ തായ്വേരുകൾ മുറിച്ചു കളയാം. എനിക്ക് ഈ അച്ഛൻ്റെ മുനവെച്ച സംസാരം കേൾക്കുമ്പോഴാ അച്ഛന് ദേഷ്യം പിടിച്ചുവെന്ന് വിഷ്ണുവിന് മനസ്സിലായി. വൃദ്ധസദനം എന്ന് പറഞ്ഞ അഗതി മന്ദിരമാണെന്ന അച്ഛൻ്റെ വിചാരം. അവിടെ പെൻഷൻ പറ്റിയ സെക്രട്ടറിമാരും തഹസിൽദാരും ഒക്കെയുണ്ട്. ഒരു ലക്ഷറി ഡബിൾ റൂമാണ് അച്ഛനും അമ്മയ്ക്കും വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം, TV, DVD പ്ലെയർ, ഫ്രിഡ്ജ്, AC തുടങ്ങി എല്ലാ ആധുനിക സൗകര്യങ്ങളുമുണ്ട്. വൈകുന്നേരം കാറ്റുകൊണ്ട് സംസാരിച്ചിരിക്കാൻ ഒരു സിറ്റൗട്ട് പോലുമുണ്ട്. പിന്നെ എല്ലാ ആഴ്ചയിലും ചെക്കപ്പിന് ഡോക്ടർ, കൃത്യസമയത്ത് നല്ല ഭക്ഷണം, പരിചരിക്കാൻ അവിടെ ഹോം നേഴ്സുമാരുമുണ്ട്. മുത്തച്ഛൻ പരാജിതനായി കഴിഞ്ഞുവെന്ന് വിഷ്ണുവിന് മനസ്സിലായി. മുഖത്ത് ഒരു മിണ്ടാപ്രാണിയുടെ നിസ്സഹായത. ആ കീഴടങ്ങളിൽ പരിഭവമുണ്ട്, പിണക്കമുണ്ട്, സങ്കടമുണ്ട്. 77 വർഷക്കാലം കൊണ്ട് ഈ മണ്ണിൽ ആഴത്തിൽ വേരോടിപ്പോയ ജീവിതം അതേപടി പിടിച്ചു മാറ്റുന്നതിൻ്റെ ഉത്കടവും അഗാധവുമായ വേദനയുമുണ്ട്. ഞാൻ ഇന്ന് രാത്രി വണ്ടിക്ക് തന്നെ പോവും. മുംബൈയിൽ ചെന്നിട്ട് വിളിക്കാം. വിഷ്ണു ഒരാഴ്ചയും കൂടി ഇവിടെ ഉണ്ടാവും. അതിനകം തറവാടും പുരയിടവും വിൽക്കണ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവണം. 1/2 മണിക്കൂറിനുള്ളിൽ അച്ഛൻ ഡ്രസ്സ് ചെയ്ത് ട്രോളി ബാഗുമായി പോകാൻ ഒരുങ്ങിക്കഴിഞ്ഞു. വിഷ്ണു, ഇത് നിന്റെ ടിക്കറ്റ്. ഈ പണം കൂടി കയ്യിൽ വെച്ചോ. വിഷ്ണു അത് കൈനീട്ടി വാങ്ങി. അച്ഛൻ മുത്തച്ഛനോടും മുത്തശ്ശിയോടും യാത്ര പറയുന്നത് നോക്കി അവൻ നിസ്സംഗനായി നിന്നു. ശാന്തിപുരത്തേക്ക് നല്ല വഴികളൊന്നുമില്ലാത്തത് എന്തുകൊണ്ടാണ്? അന്ന് അത് ചോദിക്കുമ്പോൾ വിഷ്ണു ചെറുതായിരുന്നു. അവൻ ഉദ്ദേശിച്ചത് കാറും ലോറിയും വരാത്ത വഴിയെക്കുറിച്ചായിരുന്നു. അന്ന് മുത്തച്ഛൻ അവനോട് പറഞ്ഞു, ശാന്തിപുരത്തേക്ക് നല്ല വഴികളേ ഉള്ളൂ. ഏകാന്തമായ വഴികൾ, സ്വച്ഛശീതളമായ വഴികൾ, സമാധാനത്തിൻ്റെ വഴികൾ. അന്ന് വിഷ്ണുവിന് അത് മനസ്സിലായില്ല. കാറിൽ നിന്നിറങ്ങിയ ശേഷം പാടശേഖരത്തിൻ്റെ നടുവിലെ
വീതിയുള്ള വരമ്പിലൂടെ കുറേ ദൂരം നടക്കണമായിരുന്നു. പിന്നെ പുഴത്തിട്ടിലെ വരമ്പിലൂടെയും. അത് കഴിഞ്ഞാൽ വള്ളത്തിൽ കടത്തു കിടക്കേണ്ടിയുമിരുന്നു. അങ്ങനെയാണ് വിഷ്ണു ഓരോ അവധിക്കാലങ്ങളിലും ശാന്തിപുരത്തെ അഞ്ചേരി തറവാട്ടിൽ വന്നു പോയിക്കൊണ്ടിരുന്നത്. സിനിമയില്ല, ടി വിയില്ല, ബൈക്കില്ല, കാറില്ല, മോട്ടോർ വാഹനങ്ങളുടെ കലമ്പലില്ല. രാത്രികളിൽ അനേകായിരം ഇലക്ട്രിക് ദീപങ്ങൾ കാഴ്ചവെക്കുന്ന നാനാ വർണ്ണപ്രകാശങ്ങളില്ല. നേരം പുലർന്നാൽ നാനാജാതി പക്ഷിമൃഗാദികളുടെ ശബ്ദങ്ങൾ. തൊഴുത്തിൽ പശുക്കളും കിടാങ്ങളും അമർന്ന ശബ്ദം. മതിലിന്മേൽ കയറി നിന്ന് ചിറകടിച്ച് പൂവൻ കോഴി കൂവുന്ന ശബ്ദം. പുഴയിലുള്ള മീൻവള്ളങ്ങളുടെ വരവറിയിക്കുന്ന കൂക്കുവിളികൾ. വല്ലപ്പോഴും ഒരു ബോട്ട് കടന്നു പോകുന്ന ശബ്ദം. പുലർച്ചയ്ക്ക് അമ്പലത്തിൽ നിന്ന് പ്രഭാത കീർത്തനം. തെങ്ങോലകളിലും പനയോലകളിലും കാറ്റടിക്കുന്ന ശബ്ദം. വൈകുന്നേരങ്ങളിൽ ചിലപ്പോൾ നെഞ്ചിൽ നടുക്കമുണർത്തുന്ന ഇടിമുഴക്കങ്ങൾ. മുറ്റത്ത് വളരെ വേഗം തളം കെട്ടുന്ന മഴവെള്ളത്തിനു മീതേക്ക് വീണ്ടും മഴ പെയ്തു വീഴുന്ന ശബ്ദം. രാത്രികളിൽ കാതോർത്ത് കിടന്നാൽ 100,000 സൂക്ഷ്മജീവികളുടെ വേർതിരിച്ചറിയാത്ത ശബ്ദങ്ങൾ. ഇലകളിൽ നിന്ന് ഇലകളിലേക്ക് വെള്ളത്തുള്ളികൾ ഇറ്റുവീഴുന്ന ശബ്ദം. വിരസങ്ങളായ പകലുകൾ, വിമുഖങ്ങളായ രാത്രികൾ. എന്നാലിപ്പോൾ ശാന്തിപുരത്തെ പുരാതനമായ അഞ്ചേരി തറവാട് വിൽക്കാൻ തീരുമാനിക്കപ്പെട്ടതോടെ വിഷ്ണുവിന് എന്തെന്നില്ലാത്ത നഷ്ടബോധവും തോന്നി. ഇനിയൊരിക്കലും അവധിക്കാലങ്ങൾ ശാന്തിപുരത്തേക്ക് നീളുകയില്ല. ഇപ്പോഴാണ് മുത്തച്ഛൻ്റെ വാക്കുകളുടെ അർത്ഥം അവൻ അറിയുന്നത്. പുഴയിലെ ഓളങ്ങളുടെ തിളക്കവും പുഴയ്ക്ക് അക്കരെ വിശാലമായ പാടശേഖരങ്ങളിൽ പ്രകാശിക്കുന്ന പകലിൻ്റെ തെളിച്ചവും വയൽ വരമ്പു വഴികളിലെ കുളിർമയും മഴ വീഴുന്ന സന്ധ്യയിൽ ജനലിലൂടെ പുഴയിലേക്ക് നോക്കിയിരിക്കെ ഓളങ്ങളെ മുറിച്ച് അതിവേഗം ഒരു കൊതുമ്പുവള്ളം തുഴഞ്ഞു പോകുന്ന കാഴ്ചയും അക്കരെ കാറ്റിനൊപ്പം വരുന്ന മഴ നനഞ്ഞ വൈക്കോലിൻ്റെ മണവും വിശാലമായ മുറ്റത്ത് തളം കെട്ടിയ വെള്ളത്തിൽ മഴയ്ക്ക് ശേഷം പ്രതിഫലിക്കുന്ന നീലാകാശവും മേഘങ്ങളും കാറ്റിനും മഴയ്ക്കും ശേഷം മാവിൻ ചുവട്ടിൽ വീണുകിടക്കുന്ന നാട്ടുമാമ്പഴങ്ങളും എല്ലാം അമൂല്യവും അനർഘവുമായിരുന്നുവെന്ന്. നേടുന്നതിൻ്റെ സന്തോഷത്തേക്കാൾ നഷ്ടപ്പെടലിൻ്റെ വേദനയാണ് മറക്കാനാവാത്തതെന്നും അവൻ ഓർത്തു. മുത്തച്ഛനോടൊപ്പം എല്ലാ ദിവസവും അവൻ വള്ളത്തിൽ പോയി പുഴയിൽ നിന്ന് മീൻ പിടിച്ചു. എന്നും രാവിലെ തൂക്കുപാത്രങ്ങളിൽ പാലുമായി കടത്തുകടന്ന് പാടശേഖരത്തിന് നടുവിലെ വയൽ വരമ്പിലൂടെ നടന്ന് അങ്ങാടി കവല വരെ പോയി. അവിടുത്തെ ചായക്കടയിലിരുന്ന് വർത്തമാനം പത്രം വായിക്കുകയും നാട്ടുവർത്തമാനം കേൾക്കുകയും ചെയ്തു. രാത്രികളിൽ പുഴവക്കിലെ സിമന്റ് പടിയിൽ നിലാവത്തിരുന്ന ശാന്തിപുരത്തെ മനുഷ്യജന്മങ്ങളുടെ ഓരോരോ കാലഘട്ടങ്ങളിലെ കഥകൾ മുത്തച്ഛനിൽ നിന്ന് കേട്ടു. അങ്ങനെ വിഷ്ണുവിന് മുംബൈയിലേക്ക് മടങ്ങേണ്ട ദിനമെത്തി. ട്രെയിനിൽ കയറ്റി അവനെ യാത്രയയച്ചു. അധ്യായം 2. ട്രെയിനിൻ്റെ വേഗത പെട്ടെന്ന് കുറഞ്ഞു. ഏതോ സ്റ്റേഷനിലേക്ക് അടുക്കുകയാണെന്ന് വിഷ്ണുവിന് മനസ്സിലായി. വിഷ്ണു ജനാലയിലൂടെ നോക്കിക്കൊണ്ടിരുന്നു. ഒരു പ്ലാറ്റ്ഫോമിൻ്റെ വാലറ്റം കാണായി. അല്പം കൂടി മുന്നോട്ട് ചെന്നപ്പോൾ മഞ്ഞ പെയിന്റ് അടിച്ച കോൺക്രീറ്റ് ഫലകത്തിൽ എഴുതി വച്ചിരുന്നത് അവൻ കഷ്ടപ്പെട്ടു വായിച്ചു. പിറവം റോഡ്. മലയാളം നന്നായി സംസാരിക്കുമെങ്കിലും വായിക്കാനും എഴുതാനുമുള്ള പരിശീലനം കമ്മിയാണ്. ട്രെയിൻ നിന്നു. വിഷ്ണു വെറുതെ പ്ലാറ്റ്ഫോമിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഒരു സൈറൺ വിളിയോടെ ട്രെയിൻ മെല്ലെ ചലിച്ചു തുടങ്ങി. അതിനിടയിൽ ഒരു കുടുംബം ഓടിപ്പിടഞ്ഞു വന്ന് ട്രെയിനിൽ കയറുന്നത് അവൻ്റെ കണ്ണിൽപ്പെട്ടു. വിഷ്ണു അവരെ ഓരോരുത്തരെയും നോക്കി. ചകിരിനാര് പോലെ പരുക്കൻ മുടിയും ചെമ്പിച്ച പരുക്കൻ മീശയുമുള്ള ഒരാൾ, വിളറിയ മുഖവും പാതി ഉറങ്ങിയ കണ്ണുകളുമുള്ള സാരി ഉടുത്ത സ്ത്രീ. അത് ആദ്യത്തെയാളിൻ്റെ ഭാര്യയാണെന്ന് മനസ്സിലായി. കൂടെ 2 കൊച്ചുകുട്ടികൾ, 10 വയസ്സിൽ താഴെ പ്രായം, പിന്നെ ഒരു പെൺകുട്ടി. യുവതിയെന്ന് പറഞ്ഞുകൂടാ, എങ്കിലും 20-ന് മേൽ പ്രായം കാണുമെന്ന് ഊഹിച്ചു. ധാവണിയും പാവാടയും ബ്ലൗസും. ചുരിദാറിൻ്റെ കാലഘട്ടത്തിൽ ഇങ്ങനെയും ഒരു വേഷമുണ്ടോ? വിഷ്ണു വിസ്മയത്തോടെ അവളെ നോക്കി. നല്ല പോലെ എണ്ണ പുരട്ടിയ കറുത്തു തഴച്ച മുടി എണ്ണമയം അഴകൊത്ത നെറ്റിയിലേക്ക് പടർന്നിട്ടുണ്ട്. പുരികം വരയ്ക്കുകയോ കണ്ണെഴുതുകയോ പൊട്ടുതൊടുകയോ ചെയ്തിട്ടില്ല. ആകെ ഒരു എണ്ണത്തിളക്കമുള്ള മുഖം, ലക്ഷണമൊത്ത മൂക്കും ആകൃതി സൗഭോഗമുള്ള ചുണ്ടുകളും സ്നിഗ്ധമായ കവിൾത്തടങ്ങളും എല്ലാം ചേർന്ന് ശാന്തിപുരത്ത് തയ്യൽ പഠിക്കാൻ പോയിട്ട് വരുന്ന ഒരു നാടൻ പെൺകിടാവിനെ ഓർമ്മിപ്പിച്ചു. അവളുടെ കണ്ണുകളിൽ അഗാധമായ ഒരു സങ്കടം അലിഞ്ഞു ചേർന്നിട്ടുണ്ടെന്ന് തോന്നുമായിരുന്നു. വിഷ്ണുവിൻ്റെ എതിർവശത്തെ സീറ്റുകളിൽ ആ കുടുംബം ഇരിപ്പുറപ്പിച്ചു. അവരുടെ ലഗേജുകൾ സീറ്റിനടിയിലേക്ക് തള്ളിക്കയറ്റി. കുട്ടികൾ ട്രെയിനിലെ സാഹചര്യവുമായി പെട്ടെന്നിണങ്ങുകയും അവരുടേതായ കുസൃതികളിലും കളികളിലും ഏർപ്പെടുകയും ചെയ്തു. സാരി ധരിച്ച വിളറിയ നിറമുള്ള സ്ത്രീ
ധാവണിക്കാരിയോട് ഇടയ്ക്കിടെ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവൾ സങ്കടം കലർന്ന നോട്ടത്തോടെ അവരെ നോക്കുകയും തീരെ പതിയെ മൂളുകയും ചെയ്തു. വിഷ്ണു യുവാക്കളുടേതായ സഹജവാസന കൊണ്ട് പെൺകുട്ടിയുടെ നേർക്ക് വല്ലപ്പോഴും കണ്ണയച്ചു. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി ഏതോ ഓർമ്മയിൽ ലയിച്ചിരിക്കുന്ന അവളുടെ മിഴികളിൽ കണ്ണീർ ഊറി നിറയുന്നതും അവ തുള്ളി തുള്ളിയായി ഇറ്റു വീഴും മുൻപേ അവൾ തുവാല കൊണ്ട് ഒപ്പുന്നതും അവൻ ശ്രദ്ധിച്ചു. സ്റ്റേഷനുകൾ താണ്ടി ട്രെയിൻ ഓടിക്കൊണ്ടിരുന്നു. ഉച്ചയ്ക്ക് വിഷ്ണുവിൻ്റെ എതിർ സീറ്റിലെ കുടുംബം അവർ ബാഗിൽ തയ്യാറാക്കിക്കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചു. പെൺകുട്ടി മാത്രം വളരെ കുറച്ചേ കഴിച്ചുള്ളൂ. വിഷ്ണു പാൻട്രി കാറിൽ നിന്ന് കൊണ്ടുവന്ന ഊണ് വാങ്ങിക്കഴിച്ചു. അതിനുശേഷം ബാഗ് തുറന്ന് പുസ്തകമെടുത്ത് വായന തുടങ്ങി. വായിച്ചുകൊണ്ടിരിക്കെ പുസ്തകം മടിയിൽ വെച്ച് മയങ്ങി. അവൻ ഉണരുമ്പോൾ പെൺകുട്ടി ജനാലപ്പടിയിലേക്ക് മുഖം വെച്ച് കിടക്കുകയാണ്. സാരി ധരിച്ച സ്ത്രീ അവളുടെ പുറത്ത് തലോടുന്നുണ്ട്. പണക്കാരുടെ ഒരു കുടുംബമല്ല അതെന്ന് വേഷഭൂഷാദികളിൽ നിന്നും അവരുടെ ലഗേജുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ചകിരി തലമുടിക്കാരൻ പെൺകുട്ടിയെ ശാസിക്കുന്ന മട്ടിൽ ഭാര്യയോട് എന്തൊക്കെയോ സംസാരിക്കുന്നത് കേട്ടു. രാത്രിയിൽ എതിർഭാഗത്തെ സീറ്റിലെ കുടുംബനാഥൻ വിഷ്ണുവിനെ പരിചയപ്പെടാനുള്ള സൗമനസ്യം കാട്ടി. വിഷ്ണുവിൻ്റെ പേര് ചോദിച്ചറിഞ്ഞു. രാധാകൃഷ്ണൻ എന്നാണ് തൻ്റെ പേരെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. ഭാര്യ സുജാത, 2 കുട്ടികൾ. കൂടെയുള്ളത് അനുജത്തിയാണ്. മുംബൈയിലാണ് ജോലി. ചെറിയൊരു ഹോട്ടൽ നടത്തുന്നു. സഹായത്തിന് ആളില്ല. കുട്ടികൾ സ്കൂളിൽ പോകും. ഭാര്യയ്ക്ക് പിടിപ്പത് ജോലിയുണ്ട്. ഒരു സഹായത്തിനു വേണ്ടി അനുജത്തിയെ കൊണ്ടുപോവുകയാണ്. പെൺകുട്ടി ഈ സമയം അത്രയും തന്നെ നോക്കിയിരിക്കുകയായിരുന്നെന്ന് ഒറ്റ നോട്ടം കൊണ്ട് തന്നെ വിഷ്ണുവിന് മനസ്സിലായി. രാധാകൃഷ്ണൻ പറഞ്ഞതെല്ലാം നിഷേധിക്കുന്ന ഒരു ഭാവവും അവളിൽ കണ്ടു. രാത്രി ഭക്ഷണത്തിന് ശേഷം വിഷ്ണു തനിക്കുള്ള മിഡിൽ ബെർത്തിൽ കിടന്നു. താഴെ രാധാകൃഷ്ണന്റെ കുടുംബം കിടക്കാൻ വട്ടം കൂട്ടുന്നതും അവൻ ഓട്ടക്കണ്ണിലൂടെ കാണുന്നുണ്ടായിരുന്നു. രാധാകൃഷ്ണൻ ഭാര്യയെ ഏറ്റവും മുകളിലെ ബെർത്തിൽ നിർബന്ധിച്ച് കയറ്റി കിടത്തി. അതിന് താഴെയുള്ള ബെർത്തിൽ 2 കുട്ടികൾ. ധാവണിക്കാരിക്ക് കിടക്കാൻ ലോവർ ബെർത്ത് നിർദ്ദേശിച്ചതും രാധാകൃഷ്ണൻ തന്നെ. വിഷ്ണു കിടക്കുന്നതിനിടയിലുള്ള ലോവർ ബെർത്തിൽ രാധാകൃഷ്ണനും കിടന്നു. ഇതിലെല്ലാം ഒരു തരികിട പ്ലാനിംഗ് ഉണ്ടെന്ന് വിഷ്ണുവിന് തോന്നി. അവൻ ഉറക്കം നടിച്ചു കിടന്നു. ലൈറ്റുകൾ അണഞ്ഞു. വിഷ്ണു 2-3 തവണ താഴേക്ക് ശ്രദ്ധിച്ചു. ബെർത്തുകളെല്ലാം ശാന്തം. അങ്ങനെ കിടന്ന് വിഷ്ണു മയങ്ങി. ആരുടെയോ തല തൻ്റെ മിഡിൽ ബെർത്തിനടിയിൽ ഇടിച്ചിട്ട് വിഷ്ണു കണ്ണു തുറന്നു. നിശബ്ദത. അവൻ മുഖം തിരിച്ചു നോക്കി. താഴെ ശബ്ദവും ബഹളവുമില്ലാത്തൊരു പിടിവിലി നടക്കുന്നുണ്ട്. പെൺകുട്ടിയും രാധാകൃഷ്ണനും തമ്മിലാണ് ഗുസ്തി. അവൾ പോയെന്ന് കാറ്റൂതുന്ന ഒച്ചയിൽ പറയുന്നത് കേൾക്കാം. പിടിച്ചു തള്ളുന്നത് കാണാം. അപ്പർ ബെർത്തിൽ ഒരു തലയനങ്ങുന്നു. രാധാകൃഷ്ണന്റെ ഭാര്യ, പെൺകുട്ടിയുടെ ചേച്ചി, താഴേക്ക് എത്തി നോക്കിയിട്ട് അതേപടി തല പിൻവലിക്കുന്നു. വിഷ്ണു ബെർത്തിൽ കിടന്ന് ചുമ വരാതെ ചുമച്ചു. താഴത്തെ പിടിവലി നിലച്ചു. അല്പം കഴിഞ്ഞ് വിഷ്ണു താഴേക്ക് നോക്കി. രാധാകൃഷ്ണൻ ലോവർ ബെർത്തിൽ കിടന്നു കഴിഞ്ഞു. പെൺകുട്ടി നേരെ എതിർവശത്തുള്ള ലോവർ ബെർത്തിൽ കുനിഞ്ഞിരുന്ന് അടക്കിപ്പിടിച്ച് കരയുന്നു. കുറെ കഴിഞ്ഞപ്പോൾ രാധാകൃഷ്ണന്റെ കൂർക്കം വലി കേട്ടു. പക്ഷേ വിഷ്ണു വീണ്ടും ഉറങ്ങുന്നതുവരേക്കും പെൺകുട്ടിയുടെ തേങ്ങൽ നേർത്ത് കേൾക്കാമായിരുന്നു. അധ്യായം 3. രാവിലെ ബ്രഷിൽ പേസ്റ്റ് പുരട്ടിക്കൊണ്ട് വാഷ് ബേസിനടുത്തേക്ക് ചെല്ലുകയായിരുന്നു വിഷ്ണു. ധാവണിക്കാരി വാഷ് ബേസിനിലേക്ക് തല കുനിച്ചു നിന്ന് മുഖം കഴുകുന്നുണ്ട്. വിഷ്ണുവിനെ കണ്ടയുടൻ അവൾ മാറി നിന്നു. കഴിഞ്ഞോ? അവൻ ചോദിച്ചു. അവൾ മൂളി. അവൾ തോളത്ത് കിടന്ന വെള്ളത്തുവർത്തുകൊണ്ട് മുഖം തുടച്ചു. അവൻ അവളെ നോക്കി മന്ദഹസിച്ചു. മുഖത്തെ എണ്ണത്തിളക്കം ഇപ്പോഴുമുണ്ട്. കണ്ണുകൾ കലങ്ങിയിരിക്കുന്നു. രാത്രി ഒട്ടും ഉറങ്ങിയില്ലേ? അവളുടെ കണ്ണിൽ കാണാം മനസ്സിന്റെ പിടച്ചിലും വേദനയും വികാരങ്ങളുമെല്ലാം. ഉറങ്ങി. എന്താ പേര്? കുസുമം. വിഷ്ണുവിന് അതിശയമായി. ഇങ്ങനെയൊരു പേര് അപൂർവമാണ്. അവൻ ഈ പേരിലുള്ള ഒരു പെൺകുട്ടിയെ ആദ്യമായി കാണുകയാണ്. സ്വന്തം ചേച്ചിയും ചേട്ടനുമാണോ കൂടെയുള്ളത്? സ്വന്തം ചേച്ചിയല്ല, അമ്മയുടെ ചേച്ചിയുടെ മോള. അവര് മുംബൈയിലാ സ്ഥിരതാമസം. സ്നേഹത്തിളക്കമുള്ള ശബ്ദം. അതിൽ ആർദ്രതയും ദയയും വിനയവുമുണ്ട്. ആദ്യമായിട്ടാണോ മുംബൈക്ക്? അതെ. കുസുമത്തിന്റെ വീട്ടിൽ ആരുമില്ലേ കൊണ്ടുവിടാൻ? ഇല്ല, ഞാൻ ഒറ്റയ്ക്കാ. വിഷ്ണു ടാപ്പ് തുറന്ന് ബ്രഷ് നനച്ചു. എന്നിട്ട് ബ്രഷ് ചെയ്യാൻ തുടങ്ങി. പെൺകുട്ടി തിരികെ പോയി. ബെർത്തുകളിൽ ഉറങ്ങിക്കിടന്നവർ ഉണർന്ന് ചായയും കോഫിയും മറ്റും ഓർഡർ ചെയ്യുന്നതേയുള്ളൂ. വിഷ്ണു തിരികെ ചെന്നപ്പോൾ രാധാകൃഷ്ണനും കുടുംബവും ഉണർന്ന് സീറ്റുകളിൽ ചടഞ്ഞുകൂടിയിരിപ്പുണ്ട്. രാധാകൃഷ്ണന്റെ മുഖത്ത് ഇന്നലെ കാണിച്ച പരിചയത്തിന്റെ ലാഞ്ചന പോലുമില്ല. പെൺകുട്ടി കുളിച്ച് വേഷം മാറി വന്നപ്പോൾ വിഷ്ണു കൗതുകത്തോടെ ശ്രദ്ധിച്ചു. ചുരിദാറാണ് ഇപ്പോൾ വേഷം.
അവളേക്കാൾ വളരെ വലിയൊരു കുപ്പായം, ധാവണിയായിരുന്നു കൂടുതൽ അവൾക്കിണങ്ങിയത്. സീറ്റിലിരിക്കുമ്പോൾ അവളുടെ നോട്ടം പലപ്പോഴും വിഷ്ണുവിൻ്റെ നേർക്ക് പാളി വീഴുന്നുണ്ടായിരുന്നു. അത് സുന്ദരന്മാരെ കാണാൻ കൊതിക്കുന്ന കള്ളനോട്ടമല്ല. അതിലൊരു ചോദ്യമുണ്ട്: എന്നെ കാണാത്തതെന്ത്? കാരുണ്യം തേടുന്ന നോട്ടം, അഭയം യാചിക്കുന്ന നോട്ടം. വിഷ്ണു അതിൽ നിന്ന് വിടുതൽ നേടാൻ ആഗ്രഹിച്ചു. ഉച്ചഭക്ഷണം കഴിഞ്ഞ് വിഷ്ണു കൈ കഴുകിക്കൊണ്ട് വാഷ് ബേസിനരികെ നിൽക്കുമ്പോൾ ചെറിയ കണ്ണാടിയിൽ അവൻ്റെ മുഖത്തിന് പിന്നിൽ അവളുടെ മുഖം തെളിഞ്ഞു. അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അവൾ വാതിലിനടുത്തേക്ക് നീങ്ങി. കുസുമം, വിഷ്ണു വിളിച്ചു. കയ്യോ മുഖമോ കഴുകാൻ വന്നതാണോ? അല്ല. കണ്ണിൽ നനവോടെ അവൾ പറഞ്ഞു. ഞാൻ മാറി നിൽക്കാം. വേണ്ട. അവൾ ഇമയനക്കാതെ അവനെ നോക്കി. എന്നെ എന്തുകൊണ്ടാണ് കാണാത്തത്? കണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത്? വിഷ്ണു പതറിപ്പോയി. തനിക്കെന്തു കാര്യം? വേറൊരു ജീവിതവും വേറിട്ട ജീവിത പ്രശ്നങ്ങളും വളരെ കൃത്യമായ ജീവിത ലക്ഷ്യങ്ങളും ഉള്ള താൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? അവളുടെ ചോദ്യം വിഷ്ണുവിനെ ഞെട്ടിച്ചു. അത് എനിക്കെങ്ങനെ അറിയാം? അവൻ വിക്കി. എൻ്റെ ജീവിതം നശിപ്പിക്കാൻ കൊണ്ടുപോവുകയാ. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ. പിന്നെ ഞാനിങ്ങനെ ഉണ്ടാവില്ല. എനിക്കും എല്ലാവരെയും പോലെ ജീവിക്കാൻ ആശയില്ലേ? ഈയൊരു ജന്മമല്ലേയുള്ളൂ. കരയുകയാണോ? അല്ല, ആ കടൽ അവൾ താണ്ടിക്കഴിഞ്ഞിരിക്കുന്നു. വിഷ്ണു പകച്ച് ചുറ്റും നോക്കി. ഇതൊക്കെ ഇവൾ തന്നോടെന്തിനു പറയുന്നു? വേറെ ആരെയും കണ്ടില്ലേ? ഒരു ട്രെയിൻ നിറയെ യാത്രക്കാർ, നാനാജാതി മതസ്ഥർ, ധാരാളം പേർ ഓരോരോ സ്റ്റേഷനുകളിൽ ഇറങ്ങിപ്പോകുന്നു. അതിനേക്കാൾ കൂടുതൽ ആളുകൾ അതാത് സ്റ്റേഷനുകളിൽ നിന്ന് കയറുന്നു. 1500ഓളം ആളുകൾ യാത്ര ചെയ്യുന്ന ട്രെയിനിൽ നിന്ന് ഇവൾ തന്നെ മാത്രം കണ്ടുപിടിക്കാൻ എന്താണ് കാരണം? അവരിൽ നിന്ന് വേർതിരിച്ചറിയാൻ തൻ്റെ മുഖത്ത് എന്തടയാളമാണുള്ളത്? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. പരിഭവമാണ്. ഇതൊക്കെ എന്നോടെന്തിനാ ചോദിക്കണേ? എനിക്കറിയില്ല. ഞാൻ പിന്നെ ആരോട് ചോദിക്കും? എനിക്ക് വേറെ ആരെയും പരിചയമില്ലല്ലോ. കുസുമത്തിൻ്റെ കൂടെ ചേച്ചിയുണ്ട്, ചേച്ചിയുടെ ഭർത്താവുണ്ട്, അവരുടെ കുട്ടികളുണ്ട്. അവരോടൊപ്പം പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അവരെന്നെ വിൽക്കാൻ കൊണ്ടുപോവുകയാ. അവർ വിൽക്കും. അതൊക്കെ കുസുമത്തിൻ്റെ തെറ്റിദ്ധാരണയാ. ഉഷച്ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വിൽക്കുന്ന ആളാണ് രാധേട്ടനെന്ന്. ചേച്ചിയെപ്പോലും അയാള്. വിഷ്ണു പെട്ടെന്ന് മുഖം തിരിച്ചു. രാധാകൃഷ്ണൻ പാസേജിലൂടെ വരുന്നത് അവൻ കണ്ടു. അയാൾക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കാണുമോ? വിഷ്ണു ബേസിനിലേക്ക് കുനിഞ്ഞ് ടാപ്പ് തുറന്ന് ഒന്നുകൂടി മുഖം കഴുകി. എന്നിട്ട് തൻ്റെ സീറ്റിന് നേർക്ക് നടന്നുപോയി. രാധാകൃഷ്ണൻ അമർത്തിപ്പിടിച്ച സ്വരത്തിൽ പെൺകുട്ടിയെ ശകാരിക്കുന്നത് അവൻ കേൾക്കുന്നുണ്ടായിരുന്നു. വിഷ്ണു തൻ്റെ സീറ്റിൽ ചെന്നിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു കുടുംബവും കുസുമം എന്ന പേരുള്ള പെൺകുട്ടിയും തൻ്റെ സീറ്റിനെതിരെ വന്നുകൂടിയതെന്ന് അവൻ ആശ്ചര്യപ്പെട്ടു. കുസുമം തിരിച്ചു വന്ന് വിൻഡോ സൈഡിലെ സീറ്റിലിരുന്നു. പിന്നാലെ രാധാകൃഷ്ണനും. അയാളുടെ നോട്ടത്തിന് മൂർച്ച കൂടിയിട്ടുണ്ടെന്ന് വിഷ്ണുവിന് തോന്നി. വിഷ്ണു അസ്വസ്ഥനായി തൻ്റെ സീറ്റിൽ നിന്നും എഴുന്നേറ്റു. പകൽ മുഴുവൻ അവൻ വാതിലുകൾക്കരികിൽ കഴിച്ചുകൂട്ടി. ചിലപ്പോൾ മറ്റു ബോഗികളിലൂടെ വെറുതെ നടന്നു. ഒരു ബോഗിയുടെ വാതിലിനരികെ നിൽക്കെ കുസുമം അവനെ തിരക്കി വന്നു. ഒന്നും പറയാതെ പോയി കാണുമെന്നോർത്ത് ഞാൻ പേടിച്ചു, അവൾ പറഞ്ഞു. വിഷ്ണുവിൻ്റെ ധൈര്യം ചോർന്നു. എവിടെ പോയതാ? ഞാൻ കുറെ നോക്കി, കാണുന്നില്ല. എന്നെ എന്തിനാ അന്വേഷിക്കുന്നേ? ഞാൻ ആരാ? വിഷ്ണുവിന് ദേഷ്യം വന്നു. കുസുമം അവൻ്റെ കണ്ണുകളിലേക്ക് പരിഭവത്തോടെ നോക്കി. ഇന്ന് രാത്രി എങ്ങോട്ടും മാറിപ്പോവില്ലെന്ന് പറയാൻ വന്നതാ. അവിടെ വന്ന് കിടക്കണേ. എനിക്ക് അത് മാത്രമേയുള്ളൂ ധൈര്യം. വിഷ്ണുവിന് ദേഷ്യത്തിനൊപ്പം ചിരിയും വന്നു. താൻ ആരെന്ന് വിചാരിച്ചാണ് ഇവളുടെ ബന്ധുവോ സ്നേഹിതനോ അയൽക്കാരനോ? തന്നിൽ നിന്ന് എന്ത് സുരക്ഷിതത്വമാണ് ഇവൾ പ്രതീക്ഷിക്കുന്നത്? ഇന്ന് രാത്രിയും അയാൾ ഇവളുടെ നേർക്ക് അല്പം ബലം പ്രയോഗിച്ച് നോക്കിയേക്കാം. താൻ അത് തടയുമോ? ധർമ്മരോഷം പൂണ്ട് അയാളെ ചോദ്യം ചെയ്യുമോ? ട്രെയിനിൽ വെച്ച് കണ്ട ഒരു പെണ്ണ് തന്നെ അവളുടെ അംഗരക്ഷകനായി നിയമിച്ചിരിക്കുന്നു. അവളോട് പറയാതെ താൻ ട്രെയിനിൽ ചുറ്റിക്കറങ്ങാൻ പാടില്ല. മറ്റു വല്ലയിടത്തും പോയി കിടന്നുറങ്ങാൻ പാടില്ല എന്ന് മാത്രമല്ല, അവളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം കൈക്കൊള്ളേണ്ട ചുമതലയും ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. കൊള്ളാം. അവൻ വിപരീത അർത്ഥത്തിൽ തന്നെത്താൻ അഭിനന്ദിച്ചു. പക്ഷെ മറുവശത്ത് ഭീതിജനകമായ ഒരു ഇരുണ്ട ശൂന്യത അവൻ കണ്ടു. നാളെ ഒരു രാത്രി കൂടി പുലർന്നു കഴിയുമ്പോൾ ഒരുപക്ഷെ കുസുമം എന്നൊരു പെൺകുട്ടി ഉണ്ടാവില്ല. മഴ നനഞ്ഞതുപോലുള്ള തലമുടിയും എണ്ണത്തിളക്കമുള്ള മുഖവും സങ്കടം കിനിയുന്ന മിഴികളും കാരുണ്യം യാചിക്കുന്ന ചുണ്ടുകളും ഉണ്ടാവില്ല. ഒരു പെണ്ണിൻ്റെ ജന്മം ആ ഇരുണ്ട ശൂന്യതയിൽ അപ്രത്യക്ഷമായേക്കാം. തൻ്റെ ജീവിതം താൻ വെറുക്കുന്ന ഒരവസ്ഥയിലൂടെ വലിച്ചിഴക്കപ്പെടുന്നതും ഒരു പുരുഷവേശിയായി ശിഷ്ടകാലം ജീവിക്കേണ്ടി വരുന്നതും സങ്കൽപ്പിച്ച് അവൻ നടുങ്ങി.
വിഷ്ണു തൻ്റെ ബെർത്തിൽ ചെന്ന് കിടന്നു. ട്രെയിനിൽ ഒരു ദിവസം പിന്നിട്ടതോടെ കുസുമം പ്രായോഗികമതിയായിരിക്കുന്നു എന്ന് അവന് ബോധ്യപ്പെട്ടു. ലോവർ ബെർത്തിൽ കിടക്കാൻ രാധാകൃഷ്ണൻ നിർബന്ധിച്ചിട്ടും അവൾ അത് കേട്ടില്ലെന്ന് തീരുമാനിച്ച് കുട്ടികളെ താഴെ കിടത്തി. മിഡിൽ ബെർത്തിൽ അവൾ കിടന്നു. അപ്പർ ബെർത്തിൽ അവളുടെ ചേച്ചിയും. രാധാകൃഷ്ണന്റെ മുഖം വിഷ്ണുവിന് നന്നേ രസിച്ചു. കോപവും പകയും അടക്കിപ്പിടിച്ച് പല്ല് ഞെരിച്ചുകൊണ്ട് അയാൾ അവളെ നോക്കുന്നു. മുൻപയിലേക്ക് ചെന്നു ചേരട്ടെ, നിന്നെ ഞാൻ നിർത്തിപ്പൊരിക്കുന്നുണ്ട് എന്ന് വിഷ്ണു അയാളുടെ കണ്ണുകളിൽ നിന്ന് വായിച്ചു. നാളെ മുംബൈയിൽ ചെന്നിറങ്ങുമ്പോൾ ഇവൾ എന്തു ചെയ്യും? ആര് ഇവളെ രക്ഷിക്കും? വിഷ്ണു മുഖം ചരിച്ച് കുസുമത്തെ നോക്കി. എതിർഭാഗത്തെ മിഡിൽ ബെർത്തിൽ തനിക്ക് അഭിമുഖമായി കിടക്കുകയാണവൾ. തന്നെയാണ് അവൾ ഇമയനക്കാതെ നോക്കുന്നത്. അവളുടെ കണ്ണിൽ ഒരു നീർത്തുള്ളി തിളക്കവും അവൻ കണ്ടു. വിഷ്ണു അവളിൽ നിന്ന് കണ്ണെടുത്ത് നീണ്ടു നിവർന്നു കിടന്നു. അധ്യായം 4. 5 മണിക്ക് വിഷ്ണു ഉണർന്നു. മൊബൈൽ ഫോണിൽ വൈബ്രേഷൻ അലാം വെച്ചിരുന്നു. ബെർത്തിൽ നിന്ന് താഴെ ഇറങ്ങിയ ശേഷം വിഷ്ണു തന്റെ ബാഗ് സീറ്റിനടിയിൽ നിന്ന് വലിച്ചു നിരക്കി പുറത്തെടുത്തു. ബ്രഷും പേസ്റ്റും എടുത്ത് വേഗം പോയി പല്ല് തേച്ചു വന്നു. കുസുമൻ തലയിണയിൽ കൈമുട്ടൂന്നി കൈത്തലത്തിലേക്ക് കവിൾ ഉയർത്തിവെച്ച് അവന്റെ ചലനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് കിടപ്പുണ്ടായിരുന്നു. വിഷ്ണു ഷൂസും സോക്സും ധരിച്ചു. വേഷം മാറി ഇറങ്ങാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. രാധാകൃഷ്ണനും ഭാര്യയും കുട്ടികളും നല്ല ഉറക്കത്തിലാണെന്ന് അവൻ കണ്ടു. വിഷ്ണു ബോഗിയുടെ വാതിലിനടുത്തേക്ക് വന്നു. അത് തുറന്നു. വെളുപ്പാൻ കാലത്തിന്റെ കുളിർമ കാറ്റായി അകത്തേക്ക് അടിച്ചു കയറി. താനയിലേക്ക് കൂടി വന്നാൽ 15 മിനിറ്റ്. ട്രെയിനിന്റെ വേഗം കുറഞ്ഞു വരുന്നുണ്ട്. ട്രെയിൻ താനയിലേക്ക് അടുത്തുവെന്ന് മനസ്സിലായപ്പോൾ വിഷ്ണു ബാഗ് എടുക്കാനായി തന്റെ സീറ്റിനടുത്തേക്ക് പോയി. പക്ഷേ ബെർത്തിൽ നോക്കിയപ്പോൾ കുസുമം അവിടെയില്ല. രാധാകൃഷ്ണനും കുടുംബവും ഉറക്കം തുടരുന്നുണ്ട്. പല്ല് തേക്കാനോ ടോയ്ലറ്റിലോ പോയതായിരിക്കും കുസുമം എന്ന് കരുതി വിഷ്ണു അല്പം കാത്തുനിന്നു. ട്രെയിൻ വേഗത കുറഞ്ഞ് നിൽക്കാറായി. വിഷ്ണു ബാഗ് എടുത്തു. കുസുമത്തോട് യാത്ര പറയുന്നത് വേണ്ടെന്ന് വെച്ചു. അവൻ വാതിൽക്കലെത്തി കാത്തുനിന്നു. ട്രെയിൻ നിന്നതും വിഷ്ണു 7ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ചാടിയിറങ്ങി. ബാഗും ചുമലിലേന്തി ആൾ തിരക്കിനിടയിലൂടെ അവൻ തിടുക്കമൊന്നുമില്ലാതെ നടന്നു. നേരം പുലരുന്നതേയുള്ളൂ. താനെയിൽ നിന്ന് ഇനി ഡോംബിവില്ലിയിലേക്ക് സബർബൻ ട്രെയിൻ പിടിക്കണം. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിന് പുറമേ വന്ന് അവൻ ഡോംബിവില്ലിയിലേക്ക് ടിക്കറ്റ് എടുത്തു. 1 മുതൽ 6 വരെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ 3ലും ട്രെയിനുണ്ട്. മേൽപ്പാലം കയറിയിറങ്ങി അവൻ 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കിടന്ന ട്രെയിൻ പിടിച്ചു. ഫാസ്റ്റ് ട്രെയിനാണ്. ട്രെയിൻ ചലിച്ചു തുടങ്ങുമ്പോൾ പാസേജിലൂടെ ആരെയോ തിരഞ്ഞ് പരിഭ്രാന്തിയായി വരുന്ന പെൺകുട്ടിയെ കണ്ട് അവൻ ഞെട്ടി. കുസുമം. അവന് പിൻവലിഞ്ഞിരിക്കാനോ മുഖം ഒളിപ്പിക്കാനോ സാധിക്കും മുൻപേ അവൾ അവനെ കണ്ടുകഴിഞ്ഞു. പ്രാണൻ തിരിച്ചു കിട്ടിയതുപോലെ ഒരാശ്വാസം അവളുടെ മുഖത്ത് കണ്ടു. അവൾ വന്ന് എതിരെയുള്ള സീറ്റിലിരുന്നു. ഞാൻ വല്ലാണ്ട് പേടിച്ചു പോയി. നേരിയ കിതപ്പോടെ അവൾ പറഞ്ഞു. എവിടെയാ കയറിയതെന്ന് ഞാൻ കണ്ടില്ല, അതുകൊണ്ടാ. തന്റെ ചെറിയ ബാഗ് മടിയിൽ വെച്ചുകൊണ്ട് അവൾ ആശ്വാസം മുതിർത്തു. അവരൊക്കെ എവിടെ? വിഷ്ണു പാസേജിലേക്ക് നോക്കി. ഞാൻ ഇറങ്ങിപ്പോന്നത് അവരറിഞ്ഞില്ല. അവർ നല്ല ഉറക്കാ. വിഷ്ണുവിന് ഉൾക്കിടലമുണ്ടായി. ആ ട്രെയിൻ സ്റ്റേഷൻ വിട്ടു പോയി കാണുമെന്ന് അവൻ ഊഹിച്ചു. ഛത്രപതി ശിവജി ടെർമിനൽസിലാണ് അതെത്തുക. തങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു ദിക്കിലേക്കും. അവർ നിന്നെ അന്വേഷിക്കില്ലേ? അന്വേഷിച്ചോട്ടെ, അതിനെന്താ? നീ എന്തിനാ ഇറങ്ങിപ്പോന്നത്? എന്തിനാ ഈ ട്രെയിനിൽ വന്ന് കയറിയത്? എവിടേക്ക് പോകാനാ? അവൾ നിമിഷങ്ങളോളം അവന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ലായിരുന്നോ? അവളുടെ കണ്ടമിടറി. എന്നെ അവര് വിൽക്കാൻ കൊണ്ടുപോവുകയാ. ഞാൻ അവരുടെ കൂടെ പോയി നശിക്കണോ? അപ്പോഴേക്കും കണ്ണീര് പൊഴിഞ്ഞു. ഒരു പെണ്ണിന്റെ ജീവന് ഒരു വിലയുമില്ലേ? കരയണ്ട, മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നു. വിഷ്ണു വല്ലാതായി. താൻ ഈ പെൺകുട്ടിയെ കരയിച്ചുവെന്നേ ആളുകൾ കരുതൂ. തങ്ങൾ സംസാരിച്ച ഭാഷ അവർക്കറിയില്ല. കുസുമം തൂവാല കൊണ്ട് കണ്ണുകൾ തുടച്ചു. അല്പം കഴിഞ്ഞ് വിഷ്ണു ചോദിച്ചു. ടിക്കറ്റ് എടുത്തോ? ഇല്ല. എങ്ങോട്ടാ പോകുന്നതെന്ന് പോലും എനിക്കറിയില്ലല്ലോ. എൻ്റെ കയ്യിൽ പൈസയുമില്ല. പിന്നെന്തിന് ഈ ട്രെയിനിൽ കയറി? എന്തിന് എൻ്റെ കൂടെ വന്നു? ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ? അവൾ വീണ്ടും കരയാൻ തുടങ്ങി. എന്നിട്ട് ആവലാതിപ്പെട്ടു. എനിക്ക് വേറെ ആരെയും പരിചയമില്ലല്ലോ. എന്നെ നിനക്ക് പരിചയമുണ്ടോ? വിഷ്ണുവിന് ദേഷ്യം പിടിച്ചു. ഞാൻ എങ്ങനത്തവനാണെന്ന് അറിയാമോ? ഞാനും പെൺകുട്ടികളെ വിൽക്കും. കുസുമത്തിന് ചിരി വന്നു. ചാറ്റൽ മഴയ്ക്കിടയിൽ പെട്ടെന്ന് തെളിഞ്ഞ ഒരു കൊച്ചു മഴവില്ല് പോലെ അവളുടെ കണ്ണീരണിഞ്ഞ കണ്ണിലും വിതുമ്പിയ ചുണ്ടിലും അത് മിന്നിപ്പൊലിഞ്ഞു. നീ എൻ്റെ കൂടെ വരാൻ ഉറപ്പിച്ചാണോ? അവൾ തലയാട്ടി. എനിക്ക് ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്, ബന്ധുക്കളുണ്ട്. നിന്നെയും കൊണ്ട് ഞാൻ എങ്ങനെ അങ്ങോട്ട് ചെല്ലും?
അവരോട് എന്ത് സമാധാനം പറയും? എല്ലാവരും ഉണ്ടെങ്കിൽ എളുപ്പമായല്ലോ. എല്ലാവരും ഒത്തുചേർന്ന് ആലോചിച്ച എനിക്ക് മാനമായിട്ട് ജീവിക്കാൻ പറ്റിയ ഒരു ജോലി ശരിയാക്കി തരാൻ പറ്റില്ലേ? നിനക്കതിന് എന്ത് ജോലി അറിയാം? ഞാൻ വീട്ടുവേലയ്ക്ക് നിന്നോളാം. നീ എന്തുമാത്രം പഠിച്ചു? +1, +2 കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പോഴേക്കും അച്ഛൻ പോയി. വീട്ടുവേലയ്ക്ക് നിൽക്കുന്നത് ഒരു നല്ല ജോലിയാണോ? ജോലിയല്ലല്ലോ ചീത്ത, മനുഷ്യരല്ലേ. നല്ല മനുഷ്യരുടെ കൂടെ എന്ത് ജോലിയും ചെയ്യാം. വിഷ്ണു തെല്ലു വിസ്മയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഞാനൊരു ശല്യാണെന്നൊക്കെ എനിക്കറിയാം. വേറെ ആരെയും എനിക്ക് പരിചയമില്ലഞ്ഞിട്ടാ. ഇതെത്ര തവണ പറയണം? എന്നിട്ടും വിശ്വാസമാവണില്ലല്ലോ. എന്നെ എന്തു വിശ്വസിച്ച നീ? എനിക്കറിയാം. മുഖത്ത് നോക്കുമ്പോൾ എനിക്കറിയാം. എനിക്ക് വിശ്വാസാ. എന്നെ മാത്രമേ ഇങ്ങനെ നീ കണ്ടുള്ളോ? കുസുമം മിണ്ടിയില്ല. ട്രെയിൻ ഡോംബിവില്ലിയിലെത്തി. വീട്ടിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് തന്നെ അതിനകം അവൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. അധ്യായം 5. പ്രതിക്കൂട്ടിലെ കുറ്റവാളിയെപ്പോലെ തലതാഴ്ത്തി നിൽക്കുകയാണ് വിഷ്ണു. താൻ വലിയൊരു അബദ്ധം കാണിച്ചുവെന്ന് കൂടെ കൂടെ അവന് തോന്നിക്കൊണ്ടിരുന്നു. പക്ഷേ അബദ്ധം കാണിച്ചേ മതിയാകുമായിരുന്നുള്ളൂ എന്നും അവൻ സ്വയം വിശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ എന്തു ചെയ്യണമായിരുന്നു? അവന്റെ ചോദ്യം നിഷ്കളങ്കമാണെന്ന് എല്ലാവർക്കും ഉത്തമ ബോധ്യമുണ്ട്. ശങ്കുണ്ണി അമ്മാവനും ഇതുതന്നെയായിരുന്നു സ്വഭാവം. അതും ഒരു കടിഞ്ഞുൽ പൊട്ടനായിരുന്നുവെന്ന് അമ്മ പറയണത് പലവട്ടം കേട്ടിട്ടുണ്ട്. അതേ ജന്മം. എങ്ങനെ ഇതുപോലെ ഒത്തുവന്നു? ഭാസ്കരക്കുറുപ്പിന് ദേഷ്യവും സങ്കടവും അടക്കാൻ കഴിയുന്നില്ല. മകന് പഠിപ്പുണ്ട്, ലോകവിവരമുണ്ട്, അവൻ നന്നായിട്ട് ജോലി ചെയ്യും, അവൻ്റെ വരുമാനവും മോശമല്ല. പക്ഷേ പ്രായോഗിക ബുദ്ധിയില്ല. ചെങ്ങന്നൂർ മുതൽ ഡോംബിവില്ലി വരെ തനിയെ യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരു പെണ്ണ് ബാധ പോലെ അവനോടൊപ്പം കൂടിയിരിക്കുന്നു. വിഷ്ണു കുറ്റകൃത്യം പിടിച്ച ഹെഡ്മാസ്റ്ററുടെയും ടീച്ചേഴ്സിൻ്റെയും മുൻപിൽ സ്കൂൾ കുട്ടി എന്ന പോലെ നിന്നു. അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്ത് കോപവും സങ്കടവും നിരാശയും. സൂരജിൻ്റെയും ദീപികയുടെയും മുഖത്ത് പരിഹാസം. അവർ വിഷ്ണുവിനേക്കാൾ ഇളയവരാണെങ്കിലും വിശേഷബുദ്ധി കൂടുതലുണ്ടെന്നാണ് വൈപ്പ്. ഇവളെ നീ മുൻപ് കണ്ടിട്ടുണ്ടോ? പരിചയമുണ്ടോ? ഒന്നുമില്ലല്ലോ, അമ്മ ചോദിക്കുന്നു. ഇങ്ങനെ ഓരോരുത്തര് ഓരോ ദിവസവും നിന്റെ കൂടെ വീട്ടിലേക്ക് കയറി വന്നാൽ നമ്മൾ എന്തു ചെയ്യും? ഒടുക്കം പിച്ചക്കാർക്കും വേശ്യകൾക്കും വീടൊഴിഞ്ഞു കൊടുക്കേണ്ടി വരുമല്ലോ. വിഷ്ണു കുസുമത്തെ നോക്കി. കണ്ടില്ലേ, ഞാൻ ഈ വഴക്കെല്ലാം കേൾക്കുന്നത് നീ കാരണമാണ്. അങ്ങനെ പറഞ്ഞില്ലെങ്കിലും അവൾ അത് കേട്ടു. ഇതിപ്പോ അത്ര പറയാനൊന്നുമില്ല. യാത്രക്കിടയിൽ ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. അവളുടെ ജീവിതം നശിച്ചു പോകാതിരിക്കാൻ എന്തെങ്കിലും ഒരു സഹായം ചെയ്യാമോ എന്ന് എന്നോട് ചോദിച്ചു. ദൂരെ നാട്ടിൽനിന്ന് വരുന്ന ഒരു മലയാളി കുട്ടിയാ. അവൾക്കിവിടെ പരിചയക്കാരില്ല. എല്ലാവരും കൂടി ആലോചിച്ചു നോക്കിയ ഒരു വഴിയുണ്ടാക്കി കൊടുക്കാവുന്നതേയുള്ളൂ. അതിനു പകരം വിഷ്ണു തർക്കിച്ചു. നമുക്കെന്താ ഉത്തരവാദിത്തം? നാളെ ഈ കുട്ടിയുടെ ആളുകൾ അന്വേഷിച്ചു വന്നാൽ നമ്മൾ എന്ത് സമാധാനം പറയും? അവർ പോലീസിലൊരു കംപ്ലൈന്റ് കൊടുത്താൽ നമ്മൾ അതിൻ്റെ പുറകെ നടക്കണ്ടേ? അതൊക്കെ പോട്ടെ, ഇവൾക്ക് ഒരു വീട്ടുജോലി സംഘടിപ്പിച്ചു കൊടുത്താൽ തന്നെ ആരാ ഇവളുടെ ലോക്കൽ ഗാർഡിയൻ? ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ഇവളെ കാണാതായാൽ നമ്മൾ ഉത്തരം പറയണ്ടേ? ഭാസ്കരക്കുറുപ്പിൻ്റെ ഈ ആശങ്കകൾക്കൊന്നിനും വിഷ്ണുവിൻ്റെ പക്കൽ മറുപടിയില്ല. നിനക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുവന്നവരുടെ അഡ്രസ്സോ ഫോൺ നമ്പറോ അറിയാമോ? മാലിനി കുസുമത്തോട് ചോദിച്ചു. ഇല്ല. അവരെവിടെയാണ് താമസമെന്നറിയാമോ? മുംബൈയിലാണെന്നറിയാം, വേറൊന്നും അറിയില്ല. 100-200 രൂപ കൊടുത്തേക്ക്, അവൾ എങ്ങോട്ട് വേണമെങ്കിൽ പോയിക്കോട്ടെ, മാലിനി ഭർത്താവിനോട് പറഞ്ഞു. ഭാസ്കരക്കുറുപ്പ് പോക്കറ്റിൽ കൈയിടാൻ തുടങ്ങിയപ്പോൾ വിഷ്ണു പറഞ്ഞു. രൂപ എൻ്റെ കയ്യിലുണ്ട്. അത് കൊടുക്കാൻ അറിയാഞ്ഞിട്ടോ മനസ്സില്ലാഞ്ഞിട്ടോ അല്ല. പിന്നെ നിനക്കവളെ സംരക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് ചിലരെ പരിചയമുണ്ട്. ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. വിഷ്ണു, നിനക്കെന്തിൻ്റെ കുഴപ്പമാ? ഭാസ്കരക്കുറുപ്പിന് ദേഷ്യം പിടിച്ചു. വിഷ്ണു ചെന്ന് മേശപ്പുറത്തിരുന്ന ഫ്ലവർ വേസ് എടുത്തു. സ്ഫടികം കൊണ്ട് നിർമ്മിച്ചതായിരുന്നു അത്. ഇതിനിപ്പോൾ വല്ല കുഴപ്പമുണ്ടോ? എത്ര വർഷങ്ങളായി നമ്മുടെ മേശപ്പുറത്തിരിക്കുന്നു. ഭാസ്കരക്കുറുപ്പും മാലിനിയും ആശ്ചര്യത്തോടെ അവനെ നോക്കി. അവൻ ഫ്ലവർ വേസ് താഴെയിട്ടു. ടൈൽസ് ഇട്ട ഫ്ലോറിൽ അത് പല കഷ്ണങ്ങളായി പൊട്ടിച്ചിതറി. ഇപ്പോഴോ? അവൻ കൈ രണ്ടും മലർത്തിക്കാട്ടി. ഈ പെണ്ണ് ഇങ്ങനെ തകർന്നു പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അച്ഛനും അമ്മയും ഒരു ദിവസം ക്ഷമിക്കുക. നാളെ ഞാനിവളെ പറഞ്ഞയച്ചോളാം. ഭാസ്കരക്കുറുപ്പ് നിഷേധരൂപേണ തലയാട്ടിക്കൊണ്ട് ബെഡ്റൂമിലേക്ക് കയറിപ്പോയി. ദീപികയും സൂരജും പരസ്പരം നോക്കി പരിഹാസപ്പുഞ്ചിരി കൈമാറി. മാലിനി കിച്ചണിലേക്ക് പിൻവാങ്ങി. വിഷ്ണു കുസുമത്തെ നോക്കി. നിനക്ക് വിശക്കുന്നില്ലേ? അവൻ ചോദിച്ചു. അവൾ തലയാട്ടിയപ്പോൾ കണ്ണിലെ നീർത്തുള്ളി ഉലഞ്ഞ് കവിളിലേക്ക് വീണു.
ഭാസ്കരക്കുറുപ്പ് ഭക്ഷണം കഴിക്കാതെയാണ് ഇന്ന് ഓഫീസിലേക്ക് തിരിച്ചത്. അത് തന്നോട് പിണങ്ങിയാണെന്ന് വിഷ്ണുവിന് മനസ്സിലായി. സൂരജ് ജോലിസ്ഥലത്തേക്കും ദീപിക കോളേജിലേക്കും പോയി കഴിഞ്ഞിട്ടും അമ്മ ഓഫീസിൽ പോകാത്തത് കണ്ട് വിഷ്ണു കാരണം ചോദിച്ചു. നിന്നെയും ഈ പെൺകുട്ടിയെയും മാത്രം ഫ്ലാറ്റിലിരുത്തിയിട്ട് പോകാനോ? മാലിനി നെറ്റിച്ചുളിച്ചു. സെർവൻ്റില്ലേ ഇവിടെ? അവൾ ഉച്ചവരെയല്ലേ ഉള്ളൂ. അമ്മയ്ക്ക് എന്നെ അത്ര വിശ്വാസമില്ലേ? വിശ്വാസമല്ല പ്രശ്നം, ഇത് ശരിയല്ലാത്തതുകൊണ്ട്. ഇവളെ തെരുവിലോട്ട് ഇറക്കിവിട്ടാൽ അത് ശരിയാണ് അല്ലേ? അതിനുത്തരമുണ്ടായില്ല. പകൽ വിഷ്ണു പല പരിചയക്കാരെയും വിളിച്ച് അവർക്ക് സെർവൻറ്റിനെ ആവശ്യമുണ്ടോ എന്ന് തിരക്കി. എല്ലാവർക്കും പാർട്ട് ടൈം സെർവൻറ്റിനെ മതി. 4-5 മണിക്കൂറിനുള്ളിൽ ജോലി തീർത്തിട്ട് പോകുന്നവർ. താമസ സൗകര്യങ്ങൾ പരിമിതമായതിനാൽ ഒരു ജോലിക്കാരിയെ കൂടി താമസിപ്പിക്കാൻ വയ്യ. കുസുമം സുരക്ഷിതയായിരിക്കുമെന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രമേ വിഷ്ണു അന്വേഷണം നടത്തിയുള്ളൂ. അവൾ തന്നിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് കോട്ടം തട്ടാത്ത ഒരു സ്ഥലത്ത് തന്നെ അവളെ എത്തിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. വൈകുന്നേരം ആരതി അവനെ കാണാൻ വന്നു. തൻ്റെ ഭർത്താവാകാൻ പോകുന്നയാൾ ഒരു പെണ്ണിനെയും കൂട്ടിക്കൊണ്ടാണ് നാട്ടിൽ നിന്ന് മടങ്ങിയെത്തിയിരിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ അവളുടെ മുഖം ഇരുണ്ടുപോയി. വിഷ്ണു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും അവൾക്കത് മനസ്സിലായില്ല. കുസുമത്തെ നേരിൽ കണ്ടതോടെ അവളുടെ ആശയക്കുഴപ്പം വർദ്ധിച്ചു. നാളെ തന്നെ കുസുമത്തെ പറഞ്ഞയക്കുമെന്ന് ഉറപ്പ് നൽകി ആശ്വസിപ്പിച്ചാണ് മാലിനി അവളെ തിരിച്ചയച്ചത്. പോകാൻ നേരം ആരതി വിഷ്ണുവിനോട് യാത്ര പറയുകയുണ്ടായില്ല. അധ്യായം 6. രാവിലെ ചായ കുടിച്ച് പത്രവായനയും കഴിഞ്ഞ് ഡൈനിങ് ടേബിളിൽ ഇരുന്നുകൊണ്ട് തന്നെ വിഷ്ണു ടീച്ചേഴ്സ് കുറുപ്പിനെ മൊബൈൽ ഫോണിൽ വിളിച്ചു. ഞാൻ ഇന്നലെ ഒരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അതെന്തായെന്നറിയാൻ വേണ്ടിയാ. ജോലിയുടെ കാര്യം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. അക്കോമഡേഷനാണ് പ്രശ്നം. നൈറ്റിൽ അവിടെ തങ്ങാൻ പറ്റില്ല. രാജേഷിൻ്റെ മറുപടി വന്നു. ലേഡീസ് ഒന്നിച്ച് താമസിക്കുന്ന ഏതെങ്കിലും സ്ഥലത്ത്? ഹോസ്റ്റലല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഹോസ്റ്റലിൽ താമസിച്ച അവിടെ കൊടുക്കാൻ തികയില്ല ശമ്പളം. നീ ആരുടെ കാര്യമായി പറയുന്നേ? മാലിനി വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വന്നു. കുസുമത്തിനൊരു ജോലി ശരിയാക്കാൻ ഞാൻ രാജേഷിനോട് പറഞ്ഞിരുന്നു. ഇനി അതിൻ്റെ ആവശ്യം വരില്ല. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? അവളെ പറഞ്ഞയച്ചു. വിഷ്ണു അന്താളിച്ചു. എപ്പോൾ? ഇന്ന് പുലർച്ചയ്ക്ക്. എങ്ങോട്ട് പറഞ്ഞയച്ചു? അതൊന്നും എനിക്കറിയില്ല. അച്ഛൻ അവളുടെ കയ്യിൽ 500 രൂപ കൊടുത്ത് പോയിക്കൊള്ളാൻ പറഞ്ഞു. താഴെ നിരത്തിലിറക്കി വിട്ടു. എന്നോടൊരു വാക്കുപോലും പറയാതെയോ? വിഷ്ണു പൊട്ടിത്തെറിക്കും പോലെ ചാടി എഴുന്നേറ്റു. ഇതിലിത്ര ചോദിക്കാനും പറയാനും എന്തിരിക്കുന്നു? അവൾ എത്തേണ്ടിടത്ത് എത്തിച്ചേർന്നോളും. ഭാസ്കരക്കുറുപ്പ് ഹാളിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് കടുത്ത സ്വരത്തിൽ പറഞ്ഞു. വിഷ്ണു പിണങ്ങി സിറ്റൗട്ടിലേക്ക് ഇറങ്ങിപ്പോയി. അവിടെ സോഫയിലിരുന്നു. എല്ലാവരും കൂടി തന്നെ ചതിച്ചുവെന്ന് അവന് തോന്നി. എന്നോട് ഒരു വാക്ക് പറയാമായിരുന്നല്ലോ. അവൾക്ക് തന്നോടൊന്ന് യാത്ര പറയാൻ കൂടി അവസരം കൊടുത്തില്ല. താൻ ആശ്വസിപ്പിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അവളുടെ മുഖം അവൻ്റെ ഓർമ്മയിൽ വന്നു. എണ്ണത്തിളക്കമുള്ള കവിൾ തടങ്ങളും നെറ്റിയും കാരുണ്യം യാചിക്കുന്ന ചുണ്ടുകളും എന്നെ അറിയില്ലേ എന്ന് സങ്കടപ്പെടുന്ന കണ്ണുകളും. അവൾ എവിടേക്ക് പോകും? എവിടെ എത്തിച്ചേരും? മുംബൈ നഗരത്തിന് അവളൊരു വേർപ്പുതുള്ളി മാത്രമാണ്. ദുഃഖഭാരത്തോടെ അവൻ എഴുന്നേറ്റ് പാരപ്പറ്റിന് മീതെ കൂടി ഗലിയിലേക്ക് നോക്കി. റോഡിൽ തിരക്ക് വർദ്ധിച്ചു വരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കൂട്ടാക്കാതെ വിഷ്ണു ഓഫീസിലേക്ക് പോകാനിറങ്ങിയപ്പോൾ മാലിനി ഭാസ്കരക്കുറുപ്പിനോട് പറഞ്ഞു. അവന് അരിശമാണ് നമ്മളോടെല്ലാം. ആ പെണ്ണിനെ പറഞ്ഞയച്ചതിന്. വിഷ്ണു ലിഫ്റ്റിൽ താഴെയിറങ്ങി ഫ്ലാറ്റിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു. വിഷ്ണുവേട്ട. പിൻവിളി കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. കൂറ്റൻ കോൺക്രീറ്റ് പില്ലറിൻ്റെ മറവിൽ നിന്ന് അവൻ്റെ മുന്നിലേക്ക് അവൾ മാറി നിന്നു. കുസുമം. ഞാൻ എങ്ങോട്ടും പോയില്ല. എവിടെ പോകാനാ? എനിക്ക് വേറെ ആരെയും പരിചയമില്ലല്ലോ. വിഷ്ണുവിന് സങ്കടം വന്നു, ദേഷ്യം വന്നു, ചിരിയും വന്നു. കുസുമം കയ്യിലിരുന്ന 500 രൂപ അവൻ്റെ നേർക്ക് നീട്ടി. അത് നിന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. അവൻ അത് വാങ്ങാതെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ബൈക്കിൻ്റെ പിന്നിലെ സീറ്റിലേക്ക് ഒരാംഗ്യം കാട്ടി. ബൈക്കിൽ യാത്ര ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് പിൻ സീറ്റിലേക്ക് കയറിയിരിക്കാൻ അവൾ ബുദ്ധിമുട്ടി. ബൈക്ക് നിരത്തിലേക്ക് ഓടിയിറങ്ങി. അധ്യായം 7. വൈകുന്നേരം ഓഫീസ് വിട്ടുവന്ന് വിഷ്ണുവിൻ്റെ അമ്മയ്ക്ക് ഫോൺ ചെയ്യുകയായിരുന്നു ആരതി അഗർവാൾ. വിഷ്ണു ഇന്നേ ദിവസം ഓഫീസിൽ വന്നിട്ടേയില്ലെന്ന് അവൾ തീർത്തു പറഞ്ഞു. വോ ലഡ്കി വഹാ പർ ഹേ ക്യാ? ആരതി സംശയത്തോടെ ചോദിച്ചു. നഹീം, ഉസ്കോ തോ സുബഹ് ഹി ഭേജ് ദിയാ. ഹോ സക്താ ഹേ വിഷ്ണു കോ ഉസ്നെ ഫോൺ പർ കോണ്ടാക്ട് കിയാ ഹോഗാ. അതിന് യാതൊരു സാധ്യതയുമില്ലെന്ന് മാലിനി അറിയിച്ചു. അവൾക്ക് വിഷ്ണുവിൻ്റെ ഫോൺ നമ്പർ അറിയില്ല.
എങ്കിൽ പിന്നെ വിഷ്ണു എവിടെ പോയി എന്നാണ് ആരതിയുടെ സംശയം. അവൾ വിഷ്ണുവിൻ്റെ മൊബൈലിൽ പലവട്ടം വിളിച്ചു നോക്കി. ഒന്നുകിൽ എൻഗേജ്ഡ്, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ്. മാലിനി വിഷ്ണുവിനെ മൊബൈൽ വിളിച്ചപ്പോഴും അതുതന്നെയായിരുന്നു അനുഭവം. എങ്കിലും അത് പറഞ്ഞ് ആരതിക്ക് കൂടുതൽ ആശയക്കുഴപ്പമുണ്ടാക്കേണ്ട എന്ന് മാലിനി കരുതി. അല്പം കഴിഞ്ഞ് ആരതി ഒരിക്കൽ കൂടി വിഷ്ണുവിനെ വിളിച്ചു നോക്കി. ഇത്തവണ അവനെ ലൈനിൽ കിട്ടി. ഞാൻ അങ്ങോട്ട് വരികയാണ് എന്ന് മാത്രം പറഞ്ഞ് അവൻ ഫോൺ ഓഫ് ചെയ്തു. അരമണിക്കൂറിന് ശേഷം ഡോർബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് ആരതി ചെന്ന് വാതിൽ തുറന്നു. വിഷ്ണുവിനൊപ്പം ഇന്നലെ ഫ്ലാറ്റിൽ കണ്ട പെൺകുട്ടി. ആരതിയുടെ മുഖം പെട്ടെന്നിരുണ്ടു. വാതിൽ വലിച്ചടയ്ക്കാനാണ് അവൾക്ക് തോന്നിയത്. അവൾ പെട്ടെന്ന് മുഖം വെട്ടിച്ച് പിന്തിരിഞ്ഞ് നടന്നുപോയി. ആരാണ് വന്നതെന്നറിയാൻ ലിവിംഗ് റൂമിലേക്ക് വന്ന മാതാപിതാക്കളുടെയും സഹോദരൻ്റെയും നേർക്ക് അവൾ പൊട്ടിത്തെറിച്ചു. മേനെ പഹലെ ഹി ബോലാ താന, വിഷ്ണു ഉസ്കോ ഇതർ ലേഖറായേ ഹേ. വിഷ്ണു പരവശനായി അകത്തേക്ക് കയറി ചെന്നു. കുസുമം പുറത്തു തന്നെ നിന്നു. വിഷ്ണു, ക്യാ ഹേ ഇസ്ക മത്ലബ്? അശോക് അഗർവാൾ നെറ്റി ചുളിച്ച് വിഷ്ണുവിനെയും തുറന്നുകിടന്ന വാതിലിനപ്പുറം പാതി മറഞ്ഞു നിന്ന പെൺകുട്ടിയെയും മാറി മാറി നോക്കി. ഇവളെ എവിടെങ്കിലും സുരക്ഷിതമായ ഒരു സ്ഥാനത്തെത്തിക്കാൻ ഞാൻ രാവിലെ മുതൽ അലയുകയാണ്. ഇപ്പോൾ സന്ധ്യയാകാൻ പോകുന്നു. ഇനി ഞാനെന്ത് ചെയ്യും? ഇവളെ നിൻ്റച്ഛൻ രാവിലെ പറഞ്ഞയച്ചതല്ലേ? അതെ, പക്ഷേ എനിക്ക് അങ്ങനെ ഉപേക്ഷിക്കാൻ മനസ്സ് വന്നില്ല. അവൾക്ക് ഒരഭയം വേണമെന്നുള്ളത് സത്യമാണ്. ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നുമില്ല. മുറിയിലേക്ക് പോയ ആരതി കരഞ്ഞു ചുവന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് തിരികെ വന്നു. വിഷ്ണു മാത്രമേയുള്ളോ ഇവളെ സഹായിക്കാൻ ഈ ലോകത്തിൽ? എനിക്കറിയില്ല. രാവിലെ മുതൽ അലഞ്ഞു നടന്നിട്ട് ഒരാളെയും ഞാൻ കണ്ടില്ല. നിന്നെപ്പോലൊരു പെണ്ണല്ലേ ആരതി അവൾ. എങ്ങനെയൊക്കെ നോക്കിയാലും നിന്റെ ഒപ്പം തന്നെ അവകാശമല്ലേ ആരതി അവൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ? എത്രയോ വലിയ നഗരമാണിത്. ഒരു പെൺകുട്ടിക്ക് അഭയം കൊടുക്കാൻ ഇവിടെ സ്ഥലമില്ലേ? കഴിയുമെങ്കിൽ ഈ വീട്ടിൽ സെർവൻ്റായിട്ട് വയ്ക്ക്. എന്തു ജോലിയും ചെയ്യും. ന്യായമായ ശമ്പളം കൊടുത്താൽ മതി. ഇവിടെ വേണ്ട, ആരതി വെറുപ്പോടെ പറഞ്ഞു. ഇന്നൊരു രാത്രിയെങ്കിലും അവളെ ഇവിടെ താമസിപ്പിക്കുക. നാളെ ഞാൻ എവിടെയെങ്കിലും എത്തിച്ചുകൊള്ളാം. ഇവിടെ ഒരു രാത്രിയല്ല, 1 മണിക്കൂർ പോലും താമസിപ്പിക്കില്ല. അഗർവാളിൻ്റെ ഭാര്യ കോപത്തോടെ പറഞ്ഞു. ആ വാതിലിനിപ്പുറത്തേക്ക് കയറ്റില്ല ഞങ്ങൾ. നിനക്കുമുണ്ടല്ലോ വീട്, അവിടേക്ക് വിളിച്ചുകൊണ്ടുപോ. അവളെയും കൂട്ടി എനിക്കങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. അച്ഛൻ അവളെ ഫ്ലാറ്റിൽ നിന്ന് ഇറക്കി വിട്ടതാണ്. ഇവിടെ അത്ര പോലും പറ്റില്ല. നിനക്കെന്താ ഭ്രാന്തുണ്ടോ വിഷ്ണു? ഈ പെണ്ണിനെയും കൊണ്ട് ഇങ്ങനെ ചുറ്റിത്തിരിയാൻ? ഇങ്ങനെയാണെങ്കിൽ എൻ്റെ മോളെ നിനക്ക് തരുന്ന കാര്യം ഞങ്ങൾക്ക് ഒന്നുകൂടി ആലോചിക്കേണ്ടി വരും. വിഷ്ണുവിന് കോപവും സങ്കടവും നിയന്ത്രണാതീതമായി. നിങ്ങളും നിങ്ങളുടെ മകളും സ്ത്രീകളല്ലേ? നിങ്ങൾ പെൺകുട്ടികളോട് ഇതാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ പുരുഷന്മാരെ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം? നിങ്ങളല്ലേ പെൺകുട്ടികളെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത്? ഞങ്ങളുടെ മകളെ നല്ല പോലെ സംരക്ഷിക്കുന്നുണ്ട്, അഗർവാൾ പറഞ്ഞു. ഉവ്വ്, അവൻ പരിഹാസ സ്വരം പുറപ്പെടുവിച്ചു. അതിന് ആരതിക്ക് മാത്രം മനസ്സിലാകുന്ന നാനാർത്ഥങ്ങളുണ്ടായിരുന്നു. ഒരു രാത്രി നിങ്ങൾ അവൾക്ക് അഭയം കൊടുക്കില്ല? അവൻ വീണ്ടും ചോദിച്ചു. ഇല്ല, അഗർവാൾ തീർത്തു പറഞ്ഞു. വിഷ്ണു പിന്നോക്കം ഏതാനും ചുവടുകൾ വെച്ചു. വാതിൽപ്പടി കടന്ന ശേഷം അവൻ തന്നെ വാതിലടച്ചു. ഹോട്ടൽ രജിസ്റ്ററിൽ പേരും വിലാസവും എഴുതി റൂമിൻ്റെ ചാവിയും വാങ്ങി കുസുമത്തെയും കൂട്ടി ഇടനാഴിയിലൂടെ റൂം നമ്പർ നോക്കി നടക്കുന്നതിനിടയിൽ വിഷ്ണു പറഞ്ഞു. ഇന്നൊരു രാത്രി നിന്നെ ഞാൻ നോക്കും. നാളെ വിട്ടുകളയും. ഇത്രയേ എന്നെക്കൊണ്ട് പറ്റൂ. കുസുമം സംസാരിച്ചതേയില്ല. റൂം നമ്പർ കണ്ടുപിടിച്ച് താക്കോലിട്ട് വാതിൽ തുറക്കവേ പരിചിതമായ ഒരു വിളിയൊച്ച. ഹേയ് വിഷ്ണു ഭാസ്കർ. ഒരു ഉൾക്കിടലത്തോടെ വിഷ്ണു തിരിഞ്ഞു. അജയ് ശർമ്മ. അവൻ രണ്ടുപേരെയും മാറി മാറി നോക്കി. യഹാ പർ കൈസേ? വൈസേ ഹി. യെ കോൻ ഹേ ആപ്കെ സാത്ത്? ഗേൾഫ്രണ്ട് ഹേ? നഹി നഹി. ഹാം. വിഷ്ണു വല്ലാതെ പതറി. വിൽക്കുകയും ചെയ്തു. ഓക്കെ മാൻ. അജയൻ്റെ കൂടെ നേപ്പാളി ചായയുള്ള ഒരു പെണ്ണുമുണ്ടായിരുന്നു. അവൻ്റെ കാമുകിയാവാം, വെളിപ്പെണ്ണാവാം. അവൻ്റെ ചുണ്ടുകളിലുണ്ടായിരുന്ന വഷളച്ചിരിയും കണ്ണിലെ കള്ളനോട്ടവും വിഷ്ണുവിനെ മുറിപ്പെടുത്തി. അകത്തു കയറി വാതിലടച്ച ശേഷം കുസുമം അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആരതിയുടെ പഴയ ബോയ്ഫ്രണ്ടാ. ആ നോട്ടത്തിന് അവൻ മറുപടി നൽകി. വീണ്ടും ഒരു നോട്ടം കൂടി. അവർ തമ്മിൽ പിണങ്ങിപ്പിരിഞ്ഞു. അജയ് അവളെ ചീറ്റ് ചെയ്തെന്നായിരുന്നു അവളുടെ പരാതി. ആരതിയുള്ളപ്പോൾ തന്നെ അവൻ വേറൊരു പെണ്ണുമായി. വിഷ്ണുവേട്ടന് ആ കുട്ടിയെ ഇഷ്ടമാണോ? അവൻ്റെ മുഖം അല്പം വിളറി. ഇഷ്ടമാണോന്ന് ചോദിച്ചാൽ ഒന്നിച്ച് ജോലി ചെയ്യുന്നു, ഒന്നിച്ച് സിനിമയ്ക്കും ബീച്ചിലും പോകുന്നു, ഒന്നിച്ച് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നു.
കെട്ടിപ്പിടിക്കുന്നു, ചുംബിക്കുന്നു. ഇവിടെ ഇഷ്ടപ്പെടാൻ ധാരാളം കാരണങ്ങളുണ്ട്. ഇഷ്ടം ഇല്ലാതാകാനും. കുസുമം നിലത്ത് കാർപ്പറ്റിന് മീതെ ഷീറ്റ് വിരിച്ചു. ഞാനൊരു നല്ല കുടുംബത്തിലാണ് ജനിച്ചത്. അച്ഛൻ പെട്ടെന്ന് മരിച്ചു പോയതുകൊണ്ടാ. അല്ലെങ്കിൽ ഞാനും പഠിച്ച് എന്തെങ്കിലും ജോലിയിൽ കയറിയനെ. അത് പ്രത്യേകിച്ച് പറയണ്ടായിരുന്നുവെന്ന് അവൾക്ക് തന്നെ തോന്നി. അവനത് എപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടി താൻ ഇത്രമേൽ അവനെ അലട്ടുകയില്ലെന്ന് അവൻ ഊഹിച്ചിട്ടുണ്ടാവും. അവൻ തന്നെ ഇത്ര കണ്ട് സഹായിക്കുകയുമില്ലായിരുന്നു. വലിയമ്മയുടെ വീട്ടിലായിരുന്നു താമസം. എനിക്ക് 4 വയസ്സുള്ളപ്പോൾ അമ്മ പോയി. അച്ഛനൊരു ചായക്കട നടത്തുന്നുണ്ടായിരുന്നു. അന്നൊക്കെ വലിയമ്മയുടെ വീട്ടുകാർക്ക് ഞങ്ങളെ വലിയ കാര്യ. അച്ഛൻ കിട്ടിയതൊക്കെ അവർക്ക് കൂടി പങ്കിട്ടു കൊടുത്തു. അച്ഛന് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്കായി. അച്ഛനില്ലാണ്ടായതോടെ എന്നെ ആർക്കും വേണ്ട, അവൾ പറഞ്ഞുകൊണ്ടിരുന്നു. വിഷ്ണു കിടക്കയിൽ നീണ്ടു നിവർന്നു കിടന്നു. ഭയങ്കര ക്ഷീണം. ഞാൻ ചിലപ്പോൾ ഉറങ്ങിപ്പോയേക്കും. 10 മണിക്ക് മുൻപ് വിളിക്കണം. നമുക്ക് ഭക്ഷണം കഴിക്കണമല്ലോ. അവൻ കണ്ണുകളടച്ചു. എന്നിട്ട് ആരോടൊന്നില്ലാതെ പറഞ്ഞു, അവനിപ്പോൾ ആരതിക്ക് ഫോൺ ചെയ്യുന്നുണ്ടാവും. നിന്റെ ബോയ്ഫ്രണ്ട് ഒരു പെണ്ണിനെയും കൂട്ടി ഹോട്ടൽ റൂമിൽ കയറി വാതിലടച്ചിട്ടുണ്ടെന്ന്. കുസുമം പിന്നെയും കാതോർത്തു. നേരിയ ഒച്ചയിൽ ഒരു കൂർക്കമ്പലി മാത്രം അല്പസമയത്തിനുള്ളിൽ കേട്ടു. അധ്യായം 8. രാവിലെ മൊബൈൽ ഫോൺ ഓൺ ചെയ്യേണ്ട താമസം. അതിനുള്ളിലെ പ്രഭാതക്കിളി ചിലച്ചു തുടങ്ങി. വിഷ്ണു ഇയർപീസ് എടുത്ത് ചെവിയിൽ തിരുകി. ഹലോ വിഷ്ണു, നീ എവിടെയാ? അമ്മയുടെ ശബ്ദം. ഞാനീ ഡോംബിവില്ലിൽ തന്നെയുണ്ട്, വിഷ്ണു ഗൗരവത്തിൽ പറഞ്ഞു. ഇന്നലെ വൈകിട്ട് നീ ആ പെണ്ണിനെയും കൂട്ടി ആരതിയുടെ വീട്ടിൽ പോയോ? പോയി. നാണമില്ലേ വിഷ്ണു നിനക്ക്? നീ ഒരു മനുഷ്യനാണോ? ആരെങ്കിലും കാണിക്കോ ഇങ്ങനൊരു വിഡിതം? വേറൊരു വഴിയും കാണാഞ്ഞിട്ടാ. നിനക്കവളെ ഇവിടെ തിരിച്ചു കൊണ്ടുവരാമായിരുന്നില്ലേ? അച്ഛൻ ഇറക്കി വിട്ടതല്ലേ, അതുകൊണ്ടാ. ഇനി കൊണ്ടുവരാം. ഇനി കൊണ്ടുവന്ന നിന്നെയും കൂടി അച്ഛൻ ഇറക്കിവിടും. അച്ഛന് ദേഷ്യം വന്നാലത്തെ സ്വഭാവം അറിയാമല്ലോ. ശരി, കൊണ്ടുവരുന്നില്ല. നീ അവളെയും കൂട്ടി ഇന്നലെ രാത്രി ഹോട്ടലിൽ താമസിച്ചോ? അതൊഴിവാക്കാൻ വേണ്ടിയാ ഞാൻ ആരതിയുടെ വീട്ടിൽ ചെന്നത്. അവളെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചു. അവൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആരോ അവളെ വിളിച്ചു പറഞ്ഞു, നീയും ആ പെണ്ണും കൂടി ഹോട്ടൽ റൂമിലുണ്ടെന്ന്. ഇന്ന് കാലത്ത് അവളുടെ വായിലിരുന്നതും കരച്ചിലും ചീറ്റലും എല്ലാം കേട്ടത് ഞാൻ. ഇനി അവൾക്ക് നിന്നെ വേണ്ടെന്നു പോലും പറഞ്ഞു. അവളെ ഇനി പറഞ്ഞു ബോധ്യപ്പെടുത്താനും സമാധാനിപ്പിക്കാനും കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ ഇല്ല. ആർക്കു വേണ്ടിയാ, എന്തിനു വേണ്ടിയാ നീ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്? ഇങ്ങനെയൊക്കെ ചോദിച്ചാ എനിക്കുത്തരമില്ല. അവളുണ്ടോ ഇപ്പോഴും നിന്റെ കൂടെ? ഉണ്ട്. അവളെ എവിടെങ്കിലും കൊണ്ടുപോയി കളഞ്ഞിട്ടല്ലാതെ ഈ വീട്ടിൽ കാലുകുത്തരുതെന്ന അച്ഛൻ്റെ കൽപ്പന. നീ കാരണം ഇവിടുള്ളവരോടും കൂടി അച്ഛന് ഭയങ്കര ദേഷ്യമാ. ശരി. വിഷ്ണു ഫോൺ ഓഫ് ചെയ്തു. കുസുമം കുളിച്ചു വേഷം മാറി ബാഗും അടുക്കി എവിടേക്ക് പോകാനും ഒരുങ്ങി നിൽക്കുകയാണ്. അരമണിക്കൂറിനുള്ളിൽ വിഷ്ണുവും തയ്യാറായി. താഴെ റെസ്റ്റോറൻറ്റിൽ വന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചു. റൂം ഒഴിഞ്ഞ് ചാവി തിരിച്ചേൽപ്പിച്ചു. കുസുമത്തെ ബൈക്കിന് പിന്നിലിരുത്തി അവൻ ഓടിച്ചുപോയി. 3/4 മണിക്കൂറോളം നീണ്ട യാത്രയ്ക്കൊടുവിൽ അവർ താനെ റെയിൽവേ സ്റ്റേഷന് മുന്നിലെത്തി. കുസുമം അർത്ഥഗർഭമായി അവനെ നോക്കി. വിഷ്ണു ഒന്നും പറയാതെ ബൈക്ക് പാർക്ക് ചെയ്തു. സ്റ്റേഷനിലെ കൗണ്ടറിൽ നിന്ന് ശിവാജി ടെർമിനൽസിലേക്ക് ഒരു ടിക്കറ്റ് എടുത്തു. കുസുമത്തെ അവൻ 7-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചു. ടിക്കറ്റ് അവളെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ജയന്തി ജനതയിലാണ് നീ വന്നത്. CSTയിലാണ് അത് ചെന്ന് നിൽക്കുക. പഴയ വിക്ടോറിയ ടെർമിനൽസ്. എൻ്റെ പിറകെ ഇറങ്ങിപ്പോന്നതുകൊണ്ട് നിനക്കത് മിസ്സായി. ഈ പ്ലാറ്റ്ഫോമിൽ നിന്നാൽ മതി. നിനക്ക് CSTയിലേക്ക് ട്രെയിൻ കിട്ടും. അവൾക്ക് മനസ്സിലായില്ലെന്ന് അവന് തോന്നി. അതോ വിശ്വാസമായില്ലെന്നുണ്ടോ? ഇതേ സ്റ്റേഷനിൽ ഇതേ പ്ലാറ്റ്ഫോമിലാണ് നീ എൻ്റെ പിന്നാലെ ഇറങ്ങിയത്. നിന്നെ ഞാൻ ഇവിടെ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് വിട്ടിരിക്കുന്നു. നിനക്ക് വേണ്ടി ഇതിൽ കൂടുതൽ സഹിക്കാൻ എനിക്ക് പറ്റില്ല. ഇനി നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകാം. അവളുടെ കണ്ണിലെ നടുക്കവും അവിശ്വാസവും അവൻ തിരിച്ചറിഞ്ഞു. അവൾ അവനോട് എന്തോ സംസാരിക്കാൻ ഭാവിച്ചുവെങ്കിലും ഒരു ഗദ്ഗതം വന്ന് അത് തടഞ്ഞു. കവിളുകൾ വിളറി വെളുത്തു. ഇനി അവളുടെ മുൻപിൽ നിൽക്കാൻ വയ്യ. അവൾ കരയാൻ തുടങ്ങുന്നതിന് മുൻപേ രക്ഷപ്പെടണം. വിഷ്ണു വേഗം തിരിഞ്ഞു നടന്നു. മേൽപ്പാലം കയറി 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെത്തിയിട്ടേ അവൻ തിരിഞ്ഞു നോക്കിയുള്ളൂ. അവൾ പിറകെ വരുന്നുണ്ടോ? ഇല്ല. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ അപ്പോൾ എത്തിച്ചേർന്ന ഒരു ട്രെയിൻ അതിനപ്പുറത്തുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകളെയും മറച്ചു. വിഷ്ണു ബൈക്ക് പാർക്ക് ചെയ്തിരുന്നിടത്ത് എത്തി. അതിൽ കയറിയിരുന്ന് സ്റ്റാർട്ട് ചെയ്തു. ബൈക്ക് സ്റ്റേഷൻ യാർഡിന് പുറത്തു കടക്കുമ്പോഴേക്കും അവൻ്റെ കണ്ണ് നീർ തുടങ്ങിയിരുന്നു. ഏതെങ്കിലും ഒരു വിജനതയിൽ ചെന്നിരുന്ന്
കരയണമെന്ന് അവന് തോന്നി. ആ നിമിഷം തിരക്ക് പിടിച്ച വീഥികളെയും ഗലികളെയും ചേരികളെയും പാർപ്പിട സമുച്ചയങ്ങളെയും വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളെയും ബഹുനില കെട്ടിടങ്ങളെയും മുംബൈ എന്ന മഹാനഗരത്തെയും അതിൽ കുടികൊള്ളുന്ന സകല മനുഷ്യജന്മങ്ങളെയും തന്നെയും അവൻ വെറുത്തു. വിഷ്ണു ഓഫീസിലെത്തി. 2 ആഴ്ചയിലേറെ അവധിയിലായിരുന്ന അവനോട് കുശലം ചോദിക്കാൻ സഹപ്രവർത്തകർ വന്നു. അവൻ എല്ലാവരോടും 1-2 വാക്ക് ഉപചാരം പറഞ്ഞു. തനിക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് കൂടുതൽ സംസാരിക്കാത്തതെന്ന് അവൻ ക്ഷമാപണം നടത്തി. അവന് സുഖമില്ലെന്ന് പറഞ്ഞത് കള്ളമല്ല എന്ന് സഹപ്രവർത്തകർക്ക് തോന്നി. അവൻ്റെ സ്വരം അടഞ്ഞിരുന്നു. കണ്ണുകൾ കലങ്ങിയിരുന്നു. ആരതി അല്പം വൈകിയാണ് ഓഫീസിൽ വന്നത്. അവൾ വിഷ്ണുവിനെ കണ്ടുവെങ്കിലും അടുത്തു ചെല്ലുകയോ സംസാരിക്കുകയോ ചെയ്തില്ല. അവളുടെ മുഖം കടന്നൽ കുത്തേറ്റതുപോലെ ഇരുണ്ടും വീർത്തും കാണപ്പെട്ടു. ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് വിഷ്ണു ആരതിയോട് സംസാരിക്കാൻ അടുത്തു ചെന്നുവെങ്കിലും അവൾ ഒഴിഞ്ഞു മാറിക്കളഞ്ഞു. വിഷ്ണു ഊണു കഴിക്കാതെ മേശമേൽ തലവെച്ച് കിടന്നു. അവൻ്റെ മനസ്സിൽ താനെ റെയിൽവേ സ്റ്റേഷനിലെ 7-ാം നമ്പർ പ്ലാറ്റ്ഫോം അന്തമില്ലാതെ നീണ്ടുകിടന്നു. അവിടെ ട്രെയിനുകൾ ഇടതടവില്ലാതെ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒരു യാത്രക്കാരി മാത്രം ആ പ്ലാറ്റ്ഫോമിൽ നിന്നും അനങ്ങുന്നേയില്ല. ഒരു ട്രെയിനിലും അവൾ കയറുന്നില്ല. അത് അവളാണ്, കുസുമം. താൻ എവിടെയാണോ അവളെ നിർത്തിയത് അതേ സ്ഥാനത്ത് തന്നെ നിൽക്കുകയാണ് അവൾ. എല്ലാ ട്രെയിനുകളും പോയി കഴിഞ്ഞിരിക്കുന്നു. എല്ലാ യാത്രക്കാരും പ്ലാറ്റ്ഫോമിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. അവൾ മാത്രം അവിടെ തന്നെയുണ്ട്. തനിക്ക് ഭ്രാന്ത് പിടിച്ചേക്കുമെന്ന് വിഷ്ണുവിന് തോന്നി. വൈകുന്നേരം ഓഫീസ് വിട്ടതും അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് പാഞ്ഞു. പാർക്കിംഗ് ഏരിയയിൽ ചെന്ന് ബൈക്ക് എടുത്തുകൊണ്ട് താനെ റെയിൽവേ സ്റ്റേഷനിലേക്ക്. മേൽപ്പാലത്തിലൂടെ ഓടിക്കയറി അവൻ 7-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെത്തി. താൻ കുസുമത്തെ നിർത്തിയ സ്ഥലത്ത് ചെന്നു നോക്കി. ഇല്ല. 7-ാം നമ്പറിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ അവൻ നടന്നു. ഒടുവിൽ തളർന്ന് ഒരു തൂണിന്മേൽ ചാരി നിന്നു. അവൾ പോയിക്കഴിഞ്ഞിരിക്കുന്നു. എവിടേക്കാണ്? എണ്ണത്തിളക്കമുള്ള മുഖവും കാരുണ്യം യാചിക്കുന്ന ചുണ്ടുകളും സങ്കടം നീന്തുന്ന മിഴികളും അഭിമാനം തുടിക്കുന്ന ശരീരവും. വീട്ടിയിൽ ചെന്നിറങ്ങിയിട്ടുണ്ടാവുമോ അവൾ? അതോ ഏതെങ്കിലും പ്രാപ്പിടയൻ്റെ കയ്യിൽ? സുബോധമില്ലാത്തതുപോലെയാണ് വിഷ്ണു സ്റ്റേഷന് വെളിയിലെത്തിയത്. ബൈക്ക് ഓടിച്ച് ഡോംബിവില്ലിലേക്ക് പോകുമ്പോൾ അവൻ്റെ മനസ്സ് ചത്തിരുന്നു. താൻ അഴുക്ക് ചാലിലൂടെ നീന്തുന്ന ഒരു കീടമാണെന്ന് അവന് തോന്നി. ഫ്ലാറ്റിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ അവൻ ബൈക്ക് നിർത്തി. ടാങ്കിലേക്ക് കൈമുട്ടുകളൂന്നി മുന്നോട്ട് കുനിഞ്ഞിരുന്നു. ഫ്ലാറ്റിലേക്ക് കയറിപ്പോകാൻ അവന് മനസ്സ് വന്നില്ല. ഇതുപോലൊരു വ്യത ഇതിനു മുൻപ് അനുഭവിച്ചിട്ടില്ലെന്ന് അവന് തോന്നി. താൻ 7-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ശരിക്കും നോക്കിയോ? കുസുമം ഒരുപക്ഷെ തന്നെ കാത്ത് സ്റ്റേഷൻ യാർഡിന് പുറത്തു നിന്നിട്ടുണ്ടാവുമോ? മഴ നനഞ്ഞതുപോലുള്ള തലമുടിയും എണ്ണത്തിളക്കമുള്ള മുഖവും കാരുണ്യം യാചിക്കുന്ന. പെട്ടെന്ന് ഒരു ഉൾവിളിയലെന്ന പോലെ വിഷ്ണു മുഖമുയർത്തി. ഒരു സന്ത്രാസം അവനെ ഗ്രസിച്ചു. പാർക്കിംഗ് ഏരിയയുടെ വലതുവശത്ത് ഒരേ നിരയിലുള്ള കോൺക്രീറ്റ് പില്ലറുകൾക്കരിയിലൂടെ അവൾ നടന്നു വരുന്നത് അവൻ കണ്ടു. ആദ്യം വിഷ്ണുവിന് വിശ്വാസമായില്ല. ഉവ്വ്, കുസുമം തന്നെയാണ്. ദൂരെ കൊണ്ടുപോയി കളഞ്ഞ പൂച്ചക്കുട്ടി തിരിച്ചെത്തുന്നതുപോലെ ചെറിയൊരു പരുങ്ങലോടെ വിഷ്ണു പതിയെ ബൈക്കിൽ നിന്നും ഇറങ്ങി. കുസുമം അടുത്തു വന്നു. ക്ഷമാപണം ഭാവത്തിൽ അവനെ നോക്കി. ഞാനിങ്ങ് തിരിച്ചു പോന്നു. അല്ലാതെന്ത് ചെയ്യും? എനിക്ക് വിഷ്ണുവേട്ടനല്ലാതെ വേറെ ആരെയും പരിചയമില്ലല്ലോ. വിഷ്ണുവിന് ആദ്യം കണ്ണു നിറഞ്ഞു. പിന്നെ ചിരി വന്നു. അവന് അവളെയൊന്ന് കെട്ടിപ്പിടിക്കണമെന്ന് തോന്നി. അവൻ അങ്ങനെ തന്നെ ചെയ്തു. അധ്യായം 9. തറവാടിൻ്റെയും പുരയിടത്തിൻ്റെയും വിലയെക്കുറിച്ച് ഒരു ധാരണയായി. ഒരിക്കൽ കൂടി റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനും ബ്രോക്കറും കൂടി പുരയിടം ചുറ്റി നടന്നു കണ്ടു. ഇനി വാക്കുറപ്പിച്ച് അഡ്വാൻസ് തന്ന് എഗ്രിമെൻ്റ് എഴുതാം. ബ്രോക്കർ സുഖു പരമേശക്കുറുപ്പിനോട് പറഞ്ഞു. ഭാസി ബോംബേല. അവനോട് ചോദിക്കണം. ഉടമ്പടി എഴുതാനും അച്ചാരം വാങ്ങാനും അവൻ വരണം. കുറുപ്പ് പറഞ്ഞു. വന്നോട്ടെ, കച്ചവടം ഉറപ്പിക്കാമല്ലോ. അതിലെന്താ തരക്കേട്? അതും ഭാസി വന്നിട്ട് മതി. ഭാസ്കരക്കുറുപ്പ് പറഞ്ഞ വിലയ്ക്ക് തന്നെയാ ഉറപ്പിക്കുന്നത്. എന്തിനും ഏതിനും അവനും കൂടി വന്നോട്ടെ. ഞാൻ ഇന്ന് രാത്രി തന്നെ വിവരം വിളിച്ചറിയിച്ചേക്കാം. ശരി, എന്നാൽ അങ്ങനെ. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനും ബ്രോക്കർ സുഖവും കടത്തുകടന്ന് മടങ്ങി. പരമേശ്വരക്കുറുപ്പ് നെടുവീർപ്പോടെ സാവിത്രിയമ്മയെ നോക്കി. ഏറിയാൽ 3 മാസം. പിന്നെ ശാന്തിപുരം ഒരോർമ്മ മാത്രമാ നമുക്ക്. സാവിത്രിയമ്മയ്ക്കും സങ്കടമുണ്ട്. പക്ഷേ ഒരേയൊരു മകനും അവൻ്റെ മക്കൾക്കും വേണ്ടെങ്കിൽ പിന്നെ ഇത് ആർക്കു വേണ്ടിയാണ്? ഊണെടുത്തു വെക്കട്ടെ? സാവിത്രിയമ്മ ചോദിച്ചു. വെച്ചോളൂ. കൈ കഴുകാൻ ഓട്ടുമൊന്തയിൽ വെള്ളവുമായി പൂമുഖ ഖൊലയിലേക്ക് വന്ന പരമേശ്വരക്കുറുപ്പ്
കടവിലേക്ക് നോക്കിയിട്ട് ആരോടെന്നില്ലാതെ പറഞ്ഞു. അയാൾ തൂണിൽ ഒരു കൈ പിടിച്ചു നിന്ന് കണ്ണിന് മീതെ കൈപ്പടം വെച്ച് നോക്കി. കടത്തു കിടന്ന് ആരോ ഇങ്ങോട്ട് വരണുണ്ടല്ലോ. എന്നിട്ട് ഹർഷാതിശയത്തോടെ വിളിച്ചു പറഞ്ഞു, സാവിത്രിക്കുട്ടിയെ, ഒന്നിങ്ങോട്ട് വരൂ. സാവിത്രിക്കുട്ടിയമ്മ ആ വിളിയിലെ ആശ്ചര്യം തിരിച്ചറിഞ്ഞ് പൂമുഖത്തേക്ക് തല നീട്ടി. അവർ അത്ഭുതസ്തബ്ധയായി നിന്നുപോയി. വിഷ്ണു, കൂടെ ഒരു പെണ്ണും. അവർ പൂമുഖത്തേക്ക് വന്നു. ഇതെന്താ അതിശയമാ വിഷ്ണുക്കുട്ട, നീ ഇവിടുന്ന് പോയിട്ട് ഒരാഴ്ച തികഞ്ഞിട്ടില്ലല്ലോ. എന്താ കഥ? ഭാസിയുടെയും നിന്റെയും കാര്യം ഇപ്പോൾ പറഞ്ഞതേയുള്ളൂ. തറവാട് വാങ്ങണോര് വന്നിരുന്നേ, വില പറഞ്ഞൊത്തു. ഇനി അച്ചാരം വാങ്ങി ഉടമ്പടി എഴുതി അതങ്ങോട്ട് ഉറപ്പിക്കണമെന്നും പറഞ്ഞ് അവരിപ്പോഴങ്ങിറങ്ങി. പരമേശ്വരക്കുറുപ്പ് വിഷ്ണുവിനെ വീണ്ടും കണ്ടതിൻ്റെ സന്തോഷത്തിമിർപ്പിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അഞ്ചേരി തറവാടും പുരയിടവും വിൽക്കണ്ട മുത്തച്ഛ, ഞാൻ നോക്കിക്കൊള്ളാം, ഞാനിവിടെ താമസിച്ചോളാം, വിഷ്ണു പറഞ്ഞു. പരമേശ്വരക്കുറുപ്പിന് അത് വിശ്വാസമായില്ല. വിഷ്ണുക്കുട്ടന് എന്തെങ്കിലും തെറ്റുപറ്റിയോ? തൻ്റെ കേൾവിക്ക് തകരാർ സംഭവിച്ചോ? മുത്തച്ഛ, നമ്മൾ ഇനിയും അഞ്ചേരി പുരയിടത്തിൽ കൃഷിയിറക്കും, വിളവെടുക്കും, പശുക്കളെ വളർത്തി പാൽ കറന്നെടുത്ത് അങ്ങാടിക്കവലയിലെ ചായക്കടയിൽ വിൽക്കും, അവിടിരുന്ന് പത്രം വായിക്കും, തട്ടുംപുറത്ത് എലികളെ പിടിക്കാൻ എലിപ്പത്തായം വയ്ക്കും, കാറ്റത്തും മഴയത്തും പൂമുഖത്തിരുന്ന് പഴങ്കഥ പറയും, രാത്രിയിൽ പെട്രോമാക്സ് വിളക്കുമായി വള്ളം തുഴഞ്ഞ് പുഴയിലൂടെ മീൻ പിടിക്കാൻ പോകും. ഇവൾക്ക് നന്നായിട്ട് മീൻകറി വയ്ക്കാൻ അറിയാമെന്ന് പറയുന്നുണ്ട്. നമുക്ക് പരീക്ഷിക്കാം. ചോദിച്ചില്ലല്ലോ, കൂടെയുള്ളതാരാ? പരിചയം കിട്ടണില്ലല്ലോ. ഇവൾക്ക് ആരെയും അറിയില്ല. എന്നെ മാത്രമേയുള്ളൂ പരിചയം. അതൊരു 100 വട്ടം പറയും. മുംബൈക്ക് തിരിച്ചു പോയപ്പോൾ ട്രെയിനിൽ നിന്ന് കിട്ടിയ പെണ്ണ. അത്രയുള്ളൂ എനിക്ക് പരിചയം. എന്താ കുട്ടാ നീ പറയണേ? ഈ കുട്ടി ഏതാ? ഒന്നും എനിക്കറിയില്ല. ഞാൻ ചോദിച്ചില്ല. ചോദിക്കണ്ട. ജാതിയും മതവും നാളും നക്ഷത്രവും ജാതകവും ഒന്നും നോക്കണ്ട. മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും കൊച്ചുമോളായിട്ട് സ്വീകരിക്കാൻ പറ്റുമോ? പരമേശ്വരക്കുറുപ്പ് വിഷ്ണുവിനെയും കുസുമത്തെയും മാറി മാറി നോക്കി. പിന്നെ മുഖം തിരിച്ച് ഭാര്യയെ നോക്കി. സാവിത്രിക്കുട്ടിയമ്മ അനുകൂലഭാവത്തിൽ ശിരസനക്കി. അവർക്ക് തൃപ്തിയായി കഴിഞ്ഞിരുന്നു. എന്നിട്ടും പരമേശ്വരക്കുറുപ്പ് ഒരിക്കൽ കൂടി കുസുമത്തെ നോക്കി. അത് അകക്കണ്ണുകൊണ്ടുള്ള നോട്ടമാണ്. 77 വർഷത്തെ ജീവിത പരിചയം കൊണ്ട് അയാൾ അവളെ ഒന്നുകൂടി അളന്നു. നിനക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താ തടസ്സം? സന്തോഷമേയുള്ളൂ, അയാൾ സംതൃപ്തിയോടെ പറഞ്ഞു. എങ്കിൽ നാളെ തന്നെ മുത്തച്ഛൻ മുംബൈയിലേക്ക് വിളിച്ച് അച്ഛനോടും അമ്മയോടും 3 കാര്യങ്ങൾ പറയണം. 1. അഞ്ചേരി തറവാട് വിൽക്കണില്ല. 2. വിഷ്ണുവും കുസുമവും തമ്മിലുള്ള കല്യാണം നടന്നു. 3. വിഷ്ണു അവൻ്റെ ഭാര്യയോടൊപ്പം ഇനി അഞ്ചേരി തറവാട്ടിലാണ് താമസം, വിഷ്ണു പറഞ്ഞു. കുസുമം പരിഭ്രമത്തോടെ നിന്നു. അവളുടെ കണ്ണിൽ നിന്ന് ഓരോ തുള്ളികൾ അറിയാതെ അടർന്നു വീണുകൊണ്ടിരുന്നു. അവയത്രയും ആനന്ദാശ്രുക്കളായിരുന്നു. കഥ ഇവിടെ പൂർണ്ണമാവുന്നു.